ശ്രീനാരായണ ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൽ ആരംഭിച്ച് ശിവലിംഗദാസ സ്വാമിയിലൂടെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിയിലൂടെ അനസ്യൂതം തുടർന്ന് കൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ ഇപ്പോഴത്തെ മഠാധിപതിയിൽ എത്തി നിൽക്കുന്ന ഭഗവാന്റെ പരിപാവന സന്യസ്ത ശിഷ്യ പരമ്പരയെ ഒന്നാകെ പ്രണമിക്കുന്നു. 1937 ഒക്ടോബർ മാസം 8-ാം തീയതി CP രാമസ്വാമയ്യർ എന്ന് പറയുന്ന മഹാനായി നമ്മൾ വിലയിരുത്തപ്പെടുന്ന ഒരാൾ അന്ന് തിരുവിതാംകൂറിൻ്റെ ദിവാനായി അധികാരം കൈയാളുന്ന ആ സെയിം ഡേറ്റിൽ ഒക്ടോബർ 8-ാം തീയതി ആലപ്പുഴ നഗരത്തിൻ്റെ ഹൃദയത്തിൽ കിടങ്ങാമ്പറമ്പ് വെച്ച് നോക്കൂ, ആലപ്പുഴ നഗരത്തെ കിടുകിട വിറപ്പിച്ചൊരു സമ്മേളനത്തിലൂടെ അന്ന് മലയാള മനോരമ എഴുതിയത് കേശവചന്ദ്രോദയം കണ്ട ആലപ്പുഴ എന്ന കേശവചന്ദ്രോദയം കണ്ട ആലപ്പുഴ. ആ മണ്ണിൽ വെച്ച് നോക്കൂ, അന്ന് കിരീടം വെക്കാത്ത രാജാവെന്ന് C കേശവനെ മലയാള മനോരമ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യം 2 കൊല്ലം മുമ്പ് 1935 ജൂൺ മാസം 7-ാം തീയതി ഇന്നത്തെ അമ്പലപ്പുഴ SNDP യൂണിയൻ്റെ അതേ ഓഫീസിൽ, ആ സെയിം ബിൽഡിംഗ് ആണോ എന്നെനിക്കറിയില്ല, ഏതാണ്ടതായിരിക്കും, ആ ഓഫീസിൽ വെച്ച് അന്നത്തെ യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന C കേശവനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ ബിൽഡിങ്ങിൽ വെച്ച് അന്തസ്സോടുകൂടി C കേശവൻ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ മേൽ അറസ്റ്റ് വരിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കേശവചന്ദ്രോദയം കണ്ട ആലപ്പുഴ എന്ന വലിയൊരു ഹെഡിങ്ങിൽ മലയാള മനോരമയ്ക്ക് വാർത്ത കൊടുക്കേണ്ടി വന്ന പടുഗംഭീരൻ കിടുകിട മീറ്റിങ്ങിന് സാക്ഷിയായ കിടങ്ങാമ്പറമ്പിനെ സാക്ഷി നിർത്തി. നോക്കൂ, 1922 മഹാഗുരു ശ്രീനാരായണ പരമസദ്ഗുരു നോക്കൂ, വാടാപ്പുറം ബാവയോട് ഒരു സംഘടന രൂപീകരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ട് ഈ നാട്ടിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷന് തിരിതെളിച്ച കിടങ്ങാമ്പറമ്പിൻ്റെ മണ്ണിൽ നിന്നും വന്ന അമ്പലപ്പുഴയുടെ ധീരന്മാരായ SNDP യോഗത്തിൻ്റെ ശാഖായോഗം പ്രവർത്തകർക്ക് എൻ്റെ ശിരസ് നമിച്ച ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ആദ്യമേ അർപ്പിക്കുന്നു. ഈ 2-3 പോയിന്റുകൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികേടാകുമല്ലോ. അമ്പലപ്പുഴയുടെ വലിയൊരു ചരിത്രം C കേശവൻ ഉദ്ഘാടനം ചെയ്ത യൂണിയൻ ഓഫീസാണ്. അത് C കേശവൻ്റെ ജീവസമരത്തിൽ പറയുന്നത് ആലപ്പുഴ SNDP ഓഫീസിൽ വെച്ച് കീഴടങ്ങിയെന്ന. നിങ്ങൾ എങ്ങനെ നോക്കിയാലും സംഭവം അമ്പലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ SNDP യൂണിയൻ എന്നൊരു യൂണിയൻ ഇല്ലല്ലോ, ആ അമ്പലപ്പുഴ യൂണിയൻ ഓഫീസ്. അപ്പോൾ എൻ്റെ 2 വിഷയങ്ങൾ, ഒന്ന് C കേശവനും 2 ആറാട്ടുപുഴ വേലായുധ പണിക്കരുമാണ്. ഞാൻ ഇവരോട് ചോദിക്കുമായിരുന്നു, നമുക്ക് മുമ്പേ ക്ലാസ് എടുത്ത ഗോപകുമാർ സാർ പുറത്തോട്ട് പോകുമല്ലോ അല്ലേ എന്ന്. ആറാട്ടുപുഴയിലൊക്കെ കയറി പിടിച്ച് കഴിയുമ്പം നമുക്കൊരു സാത്വികത മാറി ടെററാകണമല്ലോ, ടെറർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിൽ ഫേസ്ബുക്കിൽ ഏറ്റവും അധികം എൻ്റെ അച്ഛനെ വിളിയല്ല, എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ അച്ഛൻ, അതിൻ്റെ അച്ഛൻ, ഒരു 5 അച്ഛന്മാർക്ക് മുഴുവൻ ചീത്തവിളി കേട്ട ഒരു വീഡിയോയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ്, പറയേണ്ടി വരുമല്ലോ. മറ്റൊന്ന് C കേശവൻ. നമുക്ക് ആദ്യം C കേശവനിലോട്ട് വന്നിട്ട്, കാരണം നിങ്ങൾക്ക് വലിയ ബന്ധമാണ് C കേശവനുമായി. അമ്പലപ്പുഴ യൂണിയൻ ഉണ്ടായത് തന്നെ C കേശവനിലൂടെയാണ്. C കേശവൻ അറസ്റ്റ് വരിക്കുന്നതും അമ്പലപ്പുഴ വെച്ചിട്ടാണ്, ആലപ്പുഴ അല്ലെങ്കിൽ അമ്പലപ്പുഴ യൂണിയൻ ഓഫീസിൽ വെച്ചിട്ടാണ്. ആ മണ്ണിൽ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വീകരണ സമ്മേളനം നടന്നതും ആ സ്വീകരണ സമ്മേളനത്തിന് ഫണ്ട് ചെയ്തതിൻ്റെ പേരിലാണ് കേട്ടോ സ്വാമിതൃപാദങ്ങൾക്ക് റിക്ഷ മേടിച്ചു കൊടുത്ത പുതുവലിൽ അയ്യൻ കേശവനെ CP രാമസ്വാമയ്യർ നോട്ടയിടുന്നത്. പറഞ്ഞ വലിയ ചരിത്രങ്ങളാണ്. അന്ന് മുതലാണ് ഈ SNDP യോഗത്തിൻ്റെ പിന്നിലെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ആരാണെന്ന് CP രാമസ്വാമയ്യർ അന്വേഷിക്കുന്നതും. പിന്നീട് അന്നത്തെ ആ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്ന മലയാള മനോരമയുടെ പത്രാധിപർ KC മാമൻ മാപ്പിളെ അറസ്റ്റിലായിട്ട് പോലും C കേശവൻ കോംപ്രമൈസ് ചെയ്യാതെ ഇരിക്കുകയും SNDP, അത് വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോഴാണ് ഇതിനുവേണ്ടി പണം മുടക്കിയത് ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് കൊല്ലം പുതുവലിൽ A കേശവൻ അഥവാ IN കേശവൻ മഹാഗുരു റിക്ഷ മേടിച്ചു കൊടുത്തയാൾ ഇതിൻ്റെ പുറകുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും അന്ന് രാത്രി അറസ്റ്റ് ചെയ്യുന്നതും. ഒക്കെ വലിയ ചരിത്രങ്ങളാണ്. ഇതൊന്നും നമ്മുടെ പാഠപുസ്തകങ്ങൾ നമ്മളങ്ങ് പഠിപ്പിക്കുമല്ല, പഠിപ്പിച്ച നമ്മുടെ കുട്ടികളൊക്കെ തിരിഞ്ഞു പോകും. ഇപ്പോഴത്തെ പല രാഷ്ട്രീയ പാർട്ടിക്കും പോസ്റ്റർ ഒട്ടിക്കാനും വിറക് വെട്ടാനും വെള്ളം കോരാനും ആളില്ലാതെ വരും. നമ്മൾ പറഞ്ഞാലോ അവൻ തീവ്രവാദിയായി, വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ എല്ലാം പുറകിലുണ്ട്. C കേശവൻ എനിക്ക് ആകെപ്പാടം കിട്ടിയിരിക്കുന്നത് കൃത്യം 1 മണിക്കൂറേ ഉള്ളൂ, 2 പേരെ എന്ന് പറഞ്ഞ് 12:15 പക്ക സ്റ്റോപ്പാണ് എന്നോട് യൂണിയൻ സെക്രട്ടറി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 30 മിനിറ്റ് ചോദിച്ചാൽ 2 പേരെയും പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെക്കുറിച്ചും അവിടുത്തെ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും സുനിത വില്യംസിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും 9 മാസത്തെക്കുറിച്ചും 5 മിനിറ്റോട് അവരോടെന്ന് പറഞ്ഞാൽ പെട്ടല്ലോ.
എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മഹാഗുരു ഒരിക്കൽ കുമാരനാശാനോട് പറഞ്ഞ പോലെ ഇതിനെയാണ് ആളുകൾ നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത്. ഗുരു ഒരു കമൻറ്റ് പറയുന്നു, പറഞ്ഞത് അത് നിക്കക്കള്ളില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ സി കേശവൻ, നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ഒരു ഭരണ സംവിധാനം എടുത്തു കഴിഞ്ഞാൽ ഒരു ഈഴവ കുലത്തിൽ പിറന്ന മുഖ്യമന്ത്രിമാരെ നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തിരുക്കൊച്ചി മന്ത്രിസഭയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ സിംഹള സിംഹം സി കേശവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോകുന്നത്. നമുക്ക് സി കേശവനെ വേറെ ഒരു ആംഗിളിൽ കാണാം, അല്ലാതെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഭാര്യ, ആ ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിയിട്ട് സി കേശവൻ മഹാഗുരുവിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മളെങ്ങനെ നോക്കിയാലും സി കേശവൻ കൊല്ലം മയ്യനാടാണ് സ്വദേശം. സി കേശവൻ്റെ വൈഫിൻ്റെ അച്ഛനാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന CV കുഞ്ഞിരാമൻ. എങ്ങനെ സി കേശവനായി? സി കേശവനെ കുറിച്ചിട്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഈ സി കേശവൻ്റെ വീട്ടിൻ്റെ പേര് തട്ടാൻ്റെ കിഴക്കതിൽ നിന്നാണ്. എൻ്റെ ഒരു സംശയമായിരുന്നേ, ഈ SNDP ശാഖായോഗത്തിൻ്റെ രഘുവര പാഠശാല പഠിക്കുമ്പോൾ ഈ തട്ടാൻ്റെ കിഴക്കതിൽ കുടുംബത്തിലെ സി കേശവൻ ടി കേശവനല്ലേ ആകേണ്ടത്, ടി കേശവൻ. ഇതെങ്ങനെ സി കേശവനായെന്ന്? സി കേശവൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ചേനൻ എന്നാണ്, കുഞ്ചേനൻ. അതിനകത്തും വേറെ ചരിത്രമുണ്ട്. സി കേശവൻ്റെ അമ്മ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ഈ കുഞ്ചേനൻ്റെ ചേട്ടനെയാണ്. ആളുടെ പേര് കണ്ണൻ എന്നായിരുന്നു. ഈ കണ്ണനിൽ 2 മക്കളുണ്ടായി. 2 മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ കണ്ണൻ അങ്ങ് മരിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 മക്കളുമായി ഈ ഭാര്യ വിധവയായല്ലോ. അപ്പം മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ അനിയൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞ്, പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. ചേട്ടനും അനുജനും ചേർന്ന് ഒരു ഭാര്യ, 4-5 അനിയന്മാർക്ക് ചേർന്ന് ഒരു ഭാര്യ. ഈഴവരുടെ ഇടയിൽ ആ ഒരു പോളിഗമി സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് ചിരി വരുമല്ലോ, അത് കൊള്ളാലോ എന്ന്, ഒരു ഭാര്യയാണ്, 2-3 പേർക്കും ചേർന്ന് ഒരു ഭാര്യ. ഇത് തിരിച്ചും ഉണ്ടായിരുന്നു, തിരിച്ചും. അതായത് ചില സ്ത്രീകൾ ഒരേ സമയം, നമ്മൾ ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉണ്ടല്ലോ, ഒരു സ്ത്രീക്ക് 3 ഭർത്താക്കന്മാർ, 2 ഒന്ന് തന്നെ ആണെങ്കിലും ഈ സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന്, അത് വളരെ പോപ്പുലറായിരുന്നു. എന്തിനേറെ പറയുന്നത്, ഏതാണ്ട് ഒരു 70 കൊല്ലം മുമ്പ് വരെ ഒരു ചേട്ടനും അനിയനും ഒറ്റ ഭാര്യ വളരെ പ്രോമിനൻ്റായി നാടറിഞ്ഞുണ്ടായിരുന്ന ഒരു ഫാമിലിയെ പത്തനംതിട്ടയ്ക്കടുത്ത്, ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്, പത്തനംതിട്ടയ്ക്കടുത്ത് ഒരു 3 കിലോമീറ്റർ ഒരു സ്തൂപമൊക്കെ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, കുമ്പഴ, എനിക്ക് പരിചയമുണ്ട്. ആ വീട്ടിലെ ഒരു ആൻറ്റി ഞാൻ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടതാണ്. പറഞ്ഞു എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും ഞങ്ങൾ ഒന്നുപോലെ, എന്ന് വെച്ചാൽ 2 പേർക്ക് ഒറ്റ വൈഫായിരുന്നു. ഇതൊക്കെ മഹാഗുരു അന്ന് നിർത്തലാക്കിയ കുറേ കാര്യങ്ങളാണ്. നമ്മൾ പറയുമ്പോൾ ചില പരിഷ്കരണം ഗുരു നടത്തിയിട്ടൊക്കെ ഉണ്ട് കൃത്യമായി. അത് 1908 അന്നത്തെ യോഗം ജനറൽ സെക്രട്ടറിക്ക് ഗുരു സർക്കുലർ കൊടുത്ത് നിർത്തിച്ച ചില കാര്യങ്ങളുമൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ സി എന്ന് പേരുണ്ടായത്. സി കേശവൻ, ടി കൂടി വരേണ്ടതായിരുന്നു, ടി കേശവൻ അല്ല വരേണ്ടത്. സി കേശവൻ്റെ ഈ അച്ഛൻ്റെ ജേട്ടൻ, അതായത് അമ്മയുടെ ആദ്യ ഭർത്താവിലുണ്ടായ മകനാണ് പിന്നീട് സി കേശവനെ പഠിപ്പിക്കുന്നതുമൊക്കെ. ഇനി ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം, ഒരു അനുഭവം പറയാം. ഈ സി കേശവൻ എന്ന വാക്ക് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ കോട്ടയം യൂണിയനിലെ തിരുവാതിക്കൽ SNDP ശാഖായോഗത്തിൻ്റെ യൂത്തിൻ്റെ സെക്രട്ടറിയായി. യൂത്ത് മൂവ്മെൻറ്റ് സെക്രട്ടറി അല്ല, യൂത്തിൻ്റെ കമ്മിറ്റിക്കകത്ത് എന്തോ ആദ്യം വന്ന്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ യൂത്ത് മൂവ്മെൻറ്റ് ഒരു മഹാസമ്മേളനം തീരുമാനിച്ചു. ഞങ്ങളുടെ അന്നത്തെ ടീം പറഞ്ഞ് ഇതുവരെ ആരും ചെയ്യാത്ത കുറേ പ്രോഗ്രാമുകൾ ചെയ്യണം. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ബിജു പുള്ളിക്കൽ മാഷിനെ പരിചയപ്പെടുന്നത്. അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, ഏതൊക്കെയോ നമ്പർ തപ്പിയൊക്കെ എടുത്ത് ബിജു മാഷിൻ്റെ അടുത്തൊരു വീട്ടിലൊക്കെ വിളിച്ച് അങ്ങനെ മാഷ് വരാമെന്നൊക്കെ പറഞ്ഞ് ബിജു മാഷ് വന്നപ്പോൾ ഞങ്ങളൊരു തുറന്ന ജീപ്പൊക്കെ ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുപോവാം. അപ്പോൾ ഇത് വന്ന് കയറുമ്പോൾ ഈ മുദ്രാവാക്യം വിളിക്കണം, മുദ്രാവാക്യം. അപ്പോൾ അന്നും ഈ മൈക്കിൽ കയറി പ്രസംഗിക്കാനും നാട്ടുകാർക്ക് മുദ്രാവാക്യം വിളിക്കാനും എനിക്ക് നാണമില്ലാത്തവനായതുകൊണ്ട്, എടാ നീ മുദ്രാവാക്യം വിളിച്ചോളാൻ പറഞ്ഞു. ആ കൊള്ളാം, നമ്മൾ പിന്നെ ഞാനാണ് ഈ എൻ്റെ ശാഖായോഗത്തിൽ ഈ സ്വാഗതം പറയുക, നന്ദി പറയുക, മുദ്രാവാക്യം, ഇതിൻ്റെയൊക്കെ നേർച്ചക്കോഴി ഞാനാണ്. ആര് വന്നേരം നമ്മൾ ഈ സ്ഥാനത്തിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് എൻ്റെ അമ്മ ഒരു റോൾ ചെയ്ത് ഞാൻ അനൗൺസ് ചെയ്യുക, പ്രിയപ്പെട്ടവരെ, 1000-1000 പീതവർണ്ണ പതാകകൾ ഈ വാനിൽ വാരി വിതറിക്കൊണ്ട് കടന്നു വരുന്ന വഴിത്താരയാക പീതവർണ്ണ സാഗരത്തിൽ ആറാടിച്ചുകൊണ്ട്. എൻ്റെ അമ്മ പറയുക, നീ എന്നാടി പറയുന്നത്, ആകെ 15 കോടിയേ ഉള്ളെന്ന്. ഇതൊക്കെ നമ്മൾ രസകരമായിട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്ന 10-15 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശാഖാ സെക്രട്ടറി, കുഴപ്പമില്ല, നീ തകർത്തോളാൻ, അന്ന് ഈ പൊളിക്കുക എന്ന വാക്കില്ല എന്ന് ഇതൊക്കെ പറയുന്ന ആളാണ്. അപ്പം ഞാൻ മുദ്രാവാക്യം വിളിക്കുക. ഇതാണ് മുദ്രാവാക്യം. ശ്രീനാരായണ ഗുരുദേവൻ കൊളുത്തി വെച്ചൊരു ദീപശിഖ സാധനം ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഒരു ആവേശം. അതൊക്കെ ഇപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ആയപ്പം അങ്ങനെ ആവേശം കാണിക്കാൻ നമ്മൾ ഇച്ചിരി മര്യാദ കാണിക്കണമല്ലോ. അപ്പോൾ നമ്മൾ മുദ്രാവാക്യം വേണം വെക്കത്തില്ലോ. അപ്പോൾ കൊളുത്തി വെച്ചൊരു ദീപശിഖ തലമുറ മാറി. ഇതിനിടയ്ക്ക് വേറൊരു സാധനമുണ്ട്, ഡോക്ടർ പൽപ്പ് കുമാരനാശാൻ ആണല്ലോ. അത് കേൾക്കുമ്പോൾ ഒരു ഫീലിംഗ് അല്ലേ, അയ്യോ അത് നമ്മൾ ഇപ്പോഴും പഴയ യൂത്തിൻ്റെ നമ്മളെ തെരുവിൽ വിളിച്ച് കളയും. ഡോക്ടർ പൽപ്പ് കുമാരനാശാൻ, TK മാധവൻ അയ്യപ്പൻ, പിന്നൊരു സാധനമുണ്ട് സി കേശവൻ ആർ ശങ്കർ ആണല്ലോ. അപ്പം ഞാനിത് വിളിക്കുക സി കേശവൻ ആർ ശങ്കർ. അപ്പോൾ ഈ കുറേ കഴിഞ്ഞ് ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട് ഈ തുറന്ന ജീപ്പിന്, ഒരു 1/2 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും സൗണ്ട് അങ്ങ് പോയി. പിന്നെ ഈ ആർ ശങ്കരൻ്റെ 6 വരുന്നില്ല പുറത്തോട്ട്. അപ്പം ഞാൻ വിളിക്കുന്നത് സി കേശവൻ ആ ശങ്ക. ഇതെനിക്ക് മനസ്സിലായില്ല.
മനസ്സിലായില്ല. ഞാൻ വിളിച്ചങ്ങ് നാട്ടുകാരൊക്കെ എനിക്കിട്ട് നോക്കുന്നുണ്ട്. സി കേശവ്, ആർ ശങ്കറിന്, സി കേശവന് എന്തോ ആശങ്കയുണ്ട്. അപ്പോൾ അവിടെ മീറ്റിംഗ് എത്തി. ആ സമയത്ത് ബിജു പുളിക്കലോടെ മാഷൊക്കെ സംസാരിച്ച് വീണ്ടും നന്ദി പറയാൻ ഞാൻ തന്നെ കയറി. ഏറ്റവും ഫ്രണ്ട് ഇരുന്ന ആൾ, എടാ മോനെ, നന്ദി പറയുന്നതിന് മുമ്പ് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് നാണം കേട്ടെന്നാ കേട്ടോ. എന്നാ ചേട്ടാ, നീ ഈ മുദ്ര കുളിച്ചപ്പോഴേ സി കേശവന് എന്തോ ഒരു ആശങ്ക ഉണ്ടായിരുന്നെന്ന്, അതെന്താന്ന്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ മുദ്ര കുളിച്ചപ്പോൾ സി കേശവന ആശങ്ക, ആർ ശങ്കർ എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് രസകരമായ, അന്ന് മുതൽ സി കേശവൻ സത്യത്തിൽ സിംഹം എന്നറിയപ്പെടുന്ന സി കേശവൻ്റെ വലിയൊരു വൈബ്രൻസി മൈലേജാണ് നമ്മളിപ്പോഴും പറയുമ്പോൾ അങ്ങനെ വിളിക്കാൻ തോന്നുന്ന ആ ഒരു പവർ പാക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആദ്യമായി SNDP യോഗം യൂത്ത് മൂവ്മെൻറ്റ് രൂപീകരിക്കുവാനായി 1960-കളിൽ അന്നത്തെ യോഗത്തിൻ്റെ ഒരു നേതൃനിര സി കേശവനെ വീട്ടിൽ പോയി കണ്ടപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഇരുത്തി. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു കവളമ്മടൽ എടുത്തുകൊണ്ട് വന്നെന്നാണ് പറഞ്ഞത്, നിന്നെയൊക്കെ അടിച്ചോടിക്കണമെന്ന്. ഗുരാവപ്പെടാൻ അപമാനിതരായിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഇത് പ്രതീകാത്മകമാണ്, കാരണം ഈ കുലത്തിലെ ചെറുപ്പക്കാർ ആരംഭശൂരന്മാരാണെന്ന് പറഞ്ഞെന്ന്. ഞാനിപ്പോൾ ഇത് രൂപീകരിച്ചാൽ നിങ്ങൾ അടുത്ത കമ്മിറ്റി കഴിഞ്ഞ് പിന്നെ കൂടത്തില്ലെന്ന്. അവസാനം വരെ നിൽക്കാമോ എങ്കിൽ മാത്രം. അത് സി കേശവൻ്റെ ഒരു പവറാണ്. നമുക്ക് പ്രതീകാത്മകമായി അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അത് ചെയ്തതായിരിക്കും. നമ്മൾ വീണ്ടും പറഞ്ഞ മറ്റൊരു കണ്ണിലൂടെ സി കേശവനെ നോക്കിയാൽ, സി കേശവൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സന്മാർഗ പ്രദായിനി സഭ എന്നൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് കൊല്ലത്തും മയ്യനാടും പരവൂരും ആ പ്രദേശങ്ങളിലൊക്കെ മദ്യത്തിനെതിരെയുള്ള ഒരു ആൻറ്റി ഡ്രഗ്സ്, വിരുദ്ധ മദ്യവർജന പ്രക്ഷോഭത്തിലൂടെയാണ് സി കേശവൻ ആദ്യമായി മുന്നോട്ട് വരുന്നത്. ആ സമയത്ത് ശ്രീനാരായണ മഹാഗുരുവുമായി ബന്ധമുള്ള, നോക്കൂ, SNDP യോഗത്തിൻ്റെ ഒരു ഫാമിലി ജനിച്ചയാൾ സി കേശവൻ്റെ വൈഫിൻ്റെ ആങ്ങളെയാണ്. നോക്കൂ, മയ്യനാട് കെ ദാമോദരൻ. നോക്കൂ, ആ ഒരു ബന്ധമുള്ള, അതായത് ക്ഷമിക്കണം, ആ ഒരു ബന്ധമുള്ള, അത് അമ്മാവൻ്റെ സ്ഥാനമായിട്ട് വരുന്ന മയ്യനാട് ദാമോദരനുമായിട്ട് അത്രയുമുള്ള ഒരു ഫാമിലി, മഹാഗുരുവിൻ്റെ ഏറ്റവും ആധികാരികമായ ജീവചരിത്രം എഴുതിയിട്ടുള്ള ആൾ, ഈ ഫാമിലി വരുന്ന ആളാണ്. യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന CV കുഞ്ഞിരാമൻ്റെ മകൾ വാസന്തിനെയാണ് സി കേശവൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും SNDP യോഗത്തിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ സി കേശവൻ വരുന്നതേയില്ല. കാരണം SNDP യോഗം ഒരു സാമുദായികമായി ചിന്തിക്കുന്ന, ഒരുതരം സാമുദായികമായി തോട്ടുള്ള, സി കേശവൻ്റെ തന്നെ അന്നത്തെ ഭാഷ പറഞ്ഞാൽ ജീവസമൃദ്ധത്തിൽ പറയുന്ന ഒരു തോട്ട്, വർഗീയപരമായ സ്വഭാവമുള്ള ഒരു സംഘടനയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പക്ക പൊളിറ്റിക്കൽ തോട്ട്. ഇപ്പം നമുക്ക് SNDP യോഗത്തിൽ എനിക്ക് പല സെക്രട്ടറിമാരെ അറിയാം. ഇവർ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പറായിരിക്കും. ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റി പറഞ്ഞിട്ടായിരിക്കും ഇവർ ഷായ്ക്കകത്ത് വരുന്നത്. ഇവർക്ക് ഒന്നാമത് അവരുടെ പാർട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് SNDP യോഗമുള്ളൂ. അത് നമ്മുടെ കുലത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്. വേറെ ഏത് വിഭാഗത്തിനും അവൻ്റെ മതവും അവൻ്റെ സമുദായം ആദ്യമാണ്. അത് കഴിഞ്ഞ് SNDP മാത്രം നേരെ തിരിച്ചാൽ അവനെ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും പ്രസിഡന്റ്, കോൺഗ്രസ്സുകാരനായിരിക്കും സെക്രട്ടറി. ആ ശാഖ തീർന്നു. അത് കോട്ടയം യൂണിയനിലും അതോ ഏത് യൂണിയനിലും ഇവന്മാർ തമ്മിലടിയാണ്. അവനവൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കും. ആ ശാഖ നശിപ്പിച്ചിട്ട് ഇവന്മാർ ഇറങ്ങിപ്പോവുള്ളൂ എന്ന്. പക്ഷെ അതങ്ങനെയല്ല. നോക്കൂ, ഈ ഒരു തോട്ട് സി കേശവനും ആ സമയത്തുണ്ടായിരുന്നു. SNDP യോഗത്തിൽ വന്നാൽ ഞാനൊരു സാമുദായികമായി പീനലൈസ് ചെയ്യപ്പെടും, സാമുദായികമായി കോർണറൈസ് ചെയ്യപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നുകൊണ്ട് സി കേശവൻ ഒരു തരം കുറ്റബോധം പോലെ തോർക്കുന്നത്. ഒരിക്കലും SNDP യോഗത്തിൽ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നിരുന്നില്ല. എങ്കിൽ ഗുരുവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ശിവഗിരി മഠത്തിൽ പോകുമായിരുന്നു, താമസിക്കുമായിരുന്നു. സി കേശവനെ നിയമം പഠിപ്പിക്കാൻ പൈസ മുടക്കിയത് ഗുരുവാ. അതായത് ശിവഗിരി മഠത്തിൽ ഒരു നെയ്ത്തുശാല ഉണ്ടായിരുന്നു. നെയ്ത്തുശാല, അതായത് മഹാഗുരുവിൻ്റെ യൂറോപ്യനായ ഒരു ശിഷ്യൻ സ്വാമി ഏണസ്റ്റ് കെർക്ക്. ചിന്തിക്കണം, ഏണസ്റ്റ് കെർക്കിനോട് ഗുരു പറഞ്ഞിട്ട് ഏണസ്റ്റ് കെർക്ക് ശിവഗിരി മഠത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു. ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ഗുരുകുല. അതിൽ പറയുന്ന ചില പദ്ധതികൾക്കനുസരിച്ച് ഒരെണ്ണമാണ് ഒരു നെയ്ത്തുശാല. ഇത് നേരത്തെ ഉണ്ടായിരുന്നു, അതൊന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ആ പ്ലാനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ SNDP യോഗവും ശിവഗിരി മഠവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ മൂലം അത് നടക്കാതെ പോയി. അത് പോട്ടെ, ആ നെയ്ത്തുശാലയുടെ മാനേജറായിരുന്നു സി കേശവൻ. ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്. നിങ്ങൾ ആലോചിക്കണം, സി കേശവൻ. കാരണം സി കേശവൻ്റെ അച്ഛൻ കുഞ്ചനും അമ്മയും ഒക്കെ നെയ്ത്തുകാരായിരുന്നു. ഊടും പാവും നെയ്യുവാനും ഈ തുണി മുക്കുവാനും അത്തരം കാര്യങ്ങളിൽ വളരെ പ്രാക്ടിക്കലായി നോളജ് ഉള്ള ആളായിരുന്നു. അങ്ങനെ ശിവഗിരി മഠത്തിൻ്റെ നെയ്ത്തുശാലയുടെ മാനേജറായി സി കേശവൻ ഉള്ള സമയത്ത് തിരുവനന്തപുരം സ്വദേശിയായ മഹാഗുരുവിൻ്റെ ഒരു സുഹൃത്തു കൂടിയായ വെള്ളായണി കൃഷ്ണൻ വൈദ്യൻ എന്ന് പറയുന്ന ഒരു വൈദ്യൻ ഗുരുവിനെ കാണാൻ വന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ സി കേശവനെ വേറെ ഒരു ആംഗിളിൽ കൂടെ നമുക്ക് നോക്കാമെന്ന്. ഈ അച്ഛൻ അമ്മ അതവിടെ നിൽക്കട്ടെ. അവിടെ മുതലാണ് സി കേശവൻ്റെ ലൈഫിൽ ഒരു ഡ്രാസ്റ്റിക്കലായുള്ള ചേഞ്ച് ഉണ്ടാകുന്നത്. അതായത് എന്തുകൊണ്ട് സി കേശവൻ
ഒരു പക്ക പൊളിറ്റിക്കൽ തോട്ടിൽ നിന്ന് മാത്രം ഒരുതരം SNDP യോഗത്തിൻ്റെ, അതിനെ കമ്മ്യൂണൽ എന്നോ ഒരുതരം അങ്ങനെ നമ്മൾ പറയണ്ട, അല്ലെങ്കിൽ ഗുരുവിൽ അധിഷ്ഠിതമായ ഒരു തോട്ടിലേക്ക് മാറാനുള്ള കാരണം, ഗുരു ശാരദാ മഠത്തിന് മുൻപിൽ ഇരിക്കുന്നു. സി കേശവൻ ഗുരുവിന് കുടിക്കുവാൻ ഇളനീര് കൊണ്ട് കൊടുക്കുന്നു. ഗുരുവിനെ കാണാൻ വന്ന ഈ വെള്ളായണി കൃഷ്ണൻ വൈദ്യന് ഇളനീര് കൊണ്ട് കൊടുക്കുന്നു. രണ്ടുപേരും ഇളനീര് കുടിച്ചുകൊണ്ടിരിക്കുന്നു. സി കേശവൻ നിലത്തിരിക്കുന്നു. അപ്പോൾ ഈ വൈദ്യൻ ചോദിക്കുന്നു, കേശവനല്ലേ? അതെ. കാരണം എന്താ, ഈ മയ്യനാട് ഫാമിൽ ജനിച്ച ആളാണ്, ആൾ പോപ്പുലറാണ്, പ്രാസംഗികനാണ്. മാത്രമല്ല ആ സമയത്ത് സി കേശവന് വേറൊരു കാര്യം കൂടിയുണ്ട്. നോക്കൂ, രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരി മഠം സന്ദർശിക്കുന്ന സമയത്ത് അന്ന് മഹാകവി കുമാരനാശാൻ എഴുതിയ ടാഗോറിനെ കുറിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഗാനം, ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല, ആലപിച്ചത് അന്ന് സി കേശവനാണ്. സി കേശവൻ അന്ന് കേരളം കണ്ട ഏറ്റവും നല്ലൊരു ഗായകനായിരുന്നു. ഇതൊക്കെയുണ്ട്. അപ്പോൾ സി കേശവൻ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടിയ ഒരു സമയമാണ്. അപ്പോൾ ഈ വെള്ളായണി കൃഷ്ണൻ ചോദിക്കുന്നു, കേശവനെ പഠിപ്പിക്കാൻ വിടുന്നില്ലേ സ്വാമി? ആ ചോദ്യത്തിലാണ് സി കേശവൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ ഗുരു പറയുന്നു, കേശവന് പഠിക്കാമല്ലോ. അപ്പോൾ കൃഷ്ണപതി പറയുന്നു, കേശവന് നല്ല വാക്ചാതുര്യമുണ്ട്, നന്നായി പ്രസംഗിക്കാനും അറിയാം, ഇവനൊരു നേതാവുമാണ്, കേശവനെ നിയമം പഠിപ്പിക്കണം സ്വാമി. അപ്പോൾ ഗുരുവിൻ്റെ ഒരു കമൻ്റാണ്, അതിനെന്താ, കേശവന് ലാ പഠിക്കാമല്ലോ. ഗുരു പറഞ്ഞ വാക്കാട്ടോ, ലോ അല്ല, ലാ. കേശവന് ലാ പഠിക്കാമല്ലോ. അപ്പൊ കേശവൻ പറയുന്നുണ്ട്, എനിക്കതിൽ അഭിരുചിയില്ലല്ലോ സ്വാമി. ഗുരു അന്നേ നമ്മൾ ഇപ്പോഴത്തെ ലോക്കൽ ഭാഷ പറഞ്ഞാൽ സ്കെച്ച് ചെയ്ത് കാണും. കേശവൻ വേണം ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, പഠിക്കണം, പ്രാവീണ്യം നേടണം, നന്നായി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി വലത് കൈ മുന്നോട്ട് നീട്ടുമ്പോൾ, പുറകോട്ട് നീട്ടുമ്പോൾ അവിടെ ചെറിയൊരു തളിക ഇരിപ്പുണ്ട്. ആ തളികയിൽ 12 രൂപയുണ്ട്. 1921, 22 കാലഘട്ടമാണോ, അന്ന് 12 രൂപ ചെറിയ എമൗണ്ട് ആണോ? 12 രൂപയുണ്ട്. ആ രൂപയെടുത്ത് കേശവന് കൊടുക്കുന്നു. നീ ലാ പഠിച്ചോ. അങ്ങനെ മഹാഗുരു, എന്താണ്, ലോക്കൽ ഗാർഡിയൻ, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ആയിക്കൊണ്ടാണ് സി കേശവൻ തിരുവനന്തപുരം ലോ കോളേജിൽ നിയമം പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് സി കേശവൻ നിയമബിരുദധാരിയാകുന്നത്. ആദ്യം ജയിച്ചില്ല കേട്ടോ, കേശവനെ തോപ്പിച്ച് കളഞ്ഞ്. അന്ന് കുറൂർ ഗോവിന്ദപിള്ളയാണ് ലോ കോളേജിൻ്റെ പ്രിൻസിപ്പൾ. തോപ്പിക്കാനും കാര്യമുണ്ട്. മഹാത്മാഗാന്ധി തിരുവനന്തപുരം ലോ കോളേജ് സന്ദർശിച്ചു. അത് എപ്പോഴെന്നറിയാലോ, ഇപ്പോൾ മഹാത്മാഗാന്ധി ശിവഗിരി വന്നിട്ട് 100 കൊല്ലമായി. 1925 മാർച്ച് 12-നാണ് മഹാത്മാഗാന്ധി ശിവഗിരി മഠത്തിൽ വന്നത്. പിറ്റേ ദിവസം മാർച്ച് 13-ന് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്ത് പോവുകയും ചെയ്തായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ സമയമില്ലെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ കൃത്യമായി പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി ഒരു സാധനം എഴുതി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. മഹാത്മാഗാന്ധി തൻ്റെ 2ാമത് കേരള സന്ദർശനത്തിന്റെ ഭാഗമായി, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ശിവഗിരി മഠത്തിലെത്തി ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ച് മടങ്ങി. നിങ്ങളൊക്കെ പഠിച്ചവരാണ്, ഞാനും പഠിച്ച ആളാണ്, നമ്മുടെ മക്കളും പഠിക്കുന്നുണ്ട്. എല്ലാ പാഠപുസ്തകത്തിലും ഇത്രയേ ഉള്ളൂ, സന്ദർശിച്ചു മടങ്ങി. നമ്മളെന്നാ ഓർക്കും, മഹാത്മാഗാന്ധി ശിവഗിരി വന്നു, ഗുരുദേവ ഹായ് ഞാൻ പോവാം. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. മഹാത്മാഗാന്ധി അന്ന് ശിവഗിരി മഠത്തിൽ താമസിച്ചു, ഗുരുവിൻ്റെ ഗസ്റ്റായിട്ട് ഒരു രാത്രി ശിവഗിരി മഠത്തിൽ തങ്ങി. ഇതെന്നാ പറയാത്തെ? സന്ദർശിച്ചു മടങ്ങിയെന്ന്. വേറെ ആര് എതുവഴി പോയത്? വിവേകാനന്ദ സ്വാമി വന്നത്, പോയത്, ഇരുന്നത്, നടന്നത് മൊത്തം ഉണ്ടല്ലോ. അതെന്താ ഇതില്ലാത്തത്? കൃത്യമായിട്ട് മാറ്റിക്കളഞ്ഞു. നോക്കൂ, ഗുരുവിനെ കണ്ടതിന് ശേഷമാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായി അയിത്തോച്ചാടനം പോലും കൊണ്ടുവന്നത്. അതുവരെ മഹാത്മാഗാന്ധി ഒരു ആന്റി ബ്രിട്ടീഷ്, ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പൊളിറ്റിക്കൽ മൂവ്മെന്റാണ് ഉണ്ടായിരുന്നത്. അതിനകത്തൊരു സാമൂഹിക നവോത്ഥാനം മഹാത്മാഗാന്ധി ഓർഡമൻ്റായി കൊണ്ടുവന്നത്. മഹാത്മാഗാന്ധിയുടെ പത്രമായ യങ് ഇന്ത്യയുടെ പേര് ഹരിജൻ എന്ന് മാറ്റിയത് ഗുരുവിനെ കണ്ടിട്ടാണ്. ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും ശിവഗിരി താമസ കാര്യം പറഞ്ഞ. അതുകൊണ്ട് സന്ദർശിച്ച് മടങ്ങിയെന്ന്. ആ മടക്കത്തിൽ പിറ്റേ ദിവസം മഹാത്മാഗാന്ധി തിരുവനന്തപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ലോ കോളേജിൽ പ്രസംഗിക്കുന്നുണ്ട്. അന്ന് മഹാത്മാഗാന്ധിക്ക് സ്വാഗതം പറയാൻ ആരെങ്കിലും മുന്നോട്ട് വരാൻ പറഞ്ഞ്, മഹാത്മാഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാമന്ത രാജ്യമായിട്ടുള്ള തിരുവിതാംകൂർ ഭരണഘടനയ്ക്ക് അനഭിമതരാകും. അതുകൊണ്ട് പലരും തയ്യാറായില്ല. ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നയാളാ സി കേശവൻ. ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് വളരെ ഗംഭീരമായ ഭാഷയിൽ മഹാത്മാഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞ്, അത് പറഞ്ഞതിൻ്റെ പേരിൽ സി കേശവനെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അതിഭീകരമായി സഹാരിക്കുകയും വഴക്ക് പറഞ്ഞതാണ് അന്നത്തെ ലോ കോളേജ് പ്രിൻസിപ്പൾ കുറൂർ മുള്ളൂർ ഗോവിന്ദപിള്ള. തോപ്പിച്ച് കളഞ്ഞ് 2-3 പേപ്പർ തോപ്പിച്ച് കളഞ്ഞ് കേശവൻ വീണ്ടും എഴുതിയെടുക്കുമായിരുന്നു. ഗുരു പണം കൊടുത്ത് പഠിപ്പിക്കാൻ വിട്ടപ്പോൾ. അന്ന് രസകരം വേറൊരു കാര്യമുണ്ട് കേട്ടോ. അന്ന് സി കേശവൻ എവിടെയായിരിക്കും താമസിച്ചത്? സാമുദ്രപാദങ്ങൾ തന്നെ റൂം അറേഞ്ച് ചെയ്ത് കൊടുത്ത്
നിങ്ങൾക്കിത് എവിടെയെന്നറിയാമോ? മഹാഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമായി SNDP യോഗം കൗൺസിൽ തീരുമാനമെടുത്തിട്ട് SNDP യോഗത്തിൻ്റെ ഫണ്ടിൽ നിന്നും ആദ്യം പണമെടുക്കാൻ പറ്റാതെ നോക്കൂ, കൃഷ്ണൻ മാർത്താണ്ഡം പിള്ളയും കുമാരനാശാൻ്റെ ഭാര്യ ഭാനുമതിയമ്മയുടെ അച്ഛൻ N. കുമാരു റൈറ്ററും മഹാകവി കുമാരനാശാനും സ്വന്തം കയ്യിൽ നിന്ന് പണം ഫണ്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് കൈതമുക്കിൽ സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ മഹാഗുരുവിൻ്റെ പേരിൽ പണിത ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം ഇന്നും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗംഭീര ബിൽഡിംഗ് ആണ്, ഇന്നുമുണ്ട്. ആ ബിൽഡിങ്ങിലാണ് C. കേശവൻ താമസിച്ചത്. ഇതൊക്കെ ചരിത്രങ്ങളാണ്. അങ്ങനെ ഗുരു താമസിക്കാൻ സൗകര്യം പോലും അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് C. കേശവൻ പഠിച്ച് നിയമം പാസ്സായി തിരിച്ചു വരുന്നത്. അപ്പോഴും C. കേശവൻ SNDP യോഗത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് ചാടി വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇഷ്യൂ, ആള് ഒരുതരം രാഷ്ട്രീയ പ്രബുദ്ധതയിൽ അങ്ങ് തലേ കയറി നിൽക്കുക. ഇതിനകത്തുള്ള SNDP ബന്ധം, SNDP യോഗം, സാമുദായികമായ ആ ഒരു കൂറ് അത്രയ്ക്കുമായിട്ടില്ല. അതിന് മാറ്റമുണ്ടാകുന്നത് ഈ മദ്യവർജന പ്രസ്ഥാനത്തിലൂടെയും മറ്റും, അല്ലെങ്കിൽ എന്താണ് അഖില കേരള രാഷ്ട്രീയ മൂവ്മെൻറ്റ്, അങ്ങനെയൊക്കെ ചില മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കൊല്ലത്ത് നിന്നും 3 മെമ്പർമാർക്ക് അസംബ്ലിയിലേക്ക് നോമിനേഷൻ വരുന്നു. ഇത് 3 നായർ സമുദായത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഞാൻ ചോദിച്ചായിരുന്നു പ്രസിഡൻറ്റിനോട്, പ്രസിഡന്റ് എൻ്റെ വിഷയത്തിനകത്ത് ഇച്ചിരി ടെറർ കയറി വരും, സാറ് പോവല്ലോ അല്ലേന്ന്, ഈ നേരത്തെ ക്ലാസ് എടുത്ത ആൾ, അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒഴിവായി ഇതൊക്കെ പറയേണ്ടി വരും. 3 പേരും നായന്മാരാക്കുന്നു. C. കേശവൻ അത് ചോദ്യം ചെയ്യുന്നു. അതെന്താ അങ്ങനെ? നമ്മൾ ജനസംഖ്യാപരമായി, ജാതിപരമായിട്ട് വേണ്ട, ഡെമോഗ്രാഫിക്കലി, നമ്പർ ഓഫ് പീപ്പിൾ, പോപ്പുലേഷൻ, നിങ്ങൾ കാസ്റ്റ് നോക്കണ്ട, മതം നോക്കണ്ട, പോപ്പുലേഷൻ നമ്പർ, എണ്ണം വെച്ച് നോക്കിയാൽ പോലും നായന്മാരെ കഴിഞ്ഞ് മുകളിൽ വരും 7 പേർ. അവർക്ക് ഒരെണ്ണം കൊടുത്തുകൂടെ? ഒരെണ്ണം. അന്ന് കേശവന് എഴുതി കിട്ടിയ മറുപടിയാ, നിവൃത്തിയില്ല. അത് മാന്യമ മറുപടിയാണേ, നിവൃത്തിയില്ല. മറുപടി നിവൃത്തിയില്ലെന്നാണെങ്കിലും അതിൻ്റെ അകത്തെ അർത്ഥം എന്താണ്? സൗകര്യം ഇല്ലെന്നല്ലേ. അങ്ങനെ ഈ കൊല്ലത്തേക്കുള്ള 3 അസംബ്ലി മണ്ഡലത്തിൽ സീറ്റിലോട്ട് 3 പേരെയും നായന്മാരെ മാത്രം നോമിനേറ്റ് ചെയ്തപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് കേശവൻ്റെ നല്ല വാക്കിൽ പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഒരു പുതുവെളിച്ചം വന്നതുപോലെയായി. ഇതിനെക്കുറിച്ച് G. പരമപിള്ള, ശങ്കരപ്പിള്ള അടക്കമുള്ള നായർ പ്രമാണിമാരുടെ ലേഖനങ്ങളിൽ പോലും കേശവൻ്റെ മനസ്സിൽ ഒരുതരം സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാകുവാൻ അന്നത്തെ സാമുദായിക സാഹചര്യവും സുഹൃത്തുക്കൾ കൂടിയായ നായന്മാർ ഒന്നിച്ചു ചേർന്ന് 3 സീറ്റുകൾ തട്ടിയെടുത്തതോടുകൂടിയാണ്. അങ്ങനെയാണ് പതുക്കെ കേശവൻ SNDP യോഗത്തിൻ്റെ ഒരു ലൈനിലേക്ക് വരികയും സാമുദായികമായ ഒരു ആക്ടിവിറ്റിയിലൂടെ മുന്നോട്ട് വരികയും ചെയ്യുന്നത്. പിന്നീട് മഹാഗുരുവിൻ്റെ സമാധിയൊക്കെ കൂടെ നടക്കുന്നുണ്ട്. ഡോക്ടർ പൽപ്പു SNDP യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. SNDP യോഗവും ശിവഗുരുമുടമേ കേസ് നടക്കുന്നുണ്ട്. ആ കേശവൻ്റെ വൈഫിൻ്റെ അച്ഛൻ CV കുഞ്ഞിരാമനാണ് ആ സമയത്ത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കേശവൻ ഈ സൈഡിൽ മാറി നിൽക്കുകയാണ്. പിന്നീട് കേശവൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. പിന്നീടാണ് നിങ്ങളുടെ യൂണിയൻ ഉണ്ടാകുന്നത്. കേശവൻ നേരിട്ട് വന്നിട്ട് അമ്പലപ്പുഴ യൂണിയൻ്റെ ഉദ്ഘാടനവും മറ്റുമൊക്കെ നടക്കുന്നു. ആ സമയത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാൻ ഹബീബുള്ളയാണ്. അത് തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഒരു പ്രിൻസിപ്പൽ അഡ്വൈസർ, മുഖ്യ ഉപദേഷ്ടാവായി ഒരാൾ കടന്നു വരുന്നു. അതാണ് ഛത്പുത്, അറിയാലോ, CP ഛത്പുത് പട്ടാഭിരാമൻ എന്നറിയപ്പെടുന്ന CP രാമസ്വാമി അയ്യർ കടന്നു വരുന്നത്. ഈ CP രാമസ്വാമി അയ്യരെ തിരുവിതാംകൂറിലേക്ക് ആരാ കൊണ്ടുവന്നൊക്കെ അറിയാവോ? ഡോക്ടർ പൽപ്പുവാ. ഇതിൻ്റെ എല്ലാം പുറകെ നമ്മൾ തന്നെയാണ് കേട്ടോ. ഇവന്മാരെ എല്ലാം വഷളാക്കിയതിൻ്റെ പുറകെ നമ്മൾ SNDP-ക്കാരാ. ഡോക്ടർ പൽപ്പുവിന് വടക്കേ മലബാർ കേന്ദ്രീകരിച്ച് ഒരു കമ്പനി ഉണ്ടായിരുന്നു. നോർത്ത് മലബാർ, ട്രാവൻകൂർ, അങ്ങനെ 2-3 പേല ഒരു കമ്പനി, വലിയൊരു വ്യവസായ സ്ഥാപനം. ആ വ്യവസായ സ്ഥാപനത്തിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ ഒത്തിരി പറയേണ്ടി വരും. ഡോക്ടർ പൽപ്പുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 പാർട്ട്ണർമാർ ഡോക്ടർ പൽപ്പുവിനെ ചീറ്റ് ചെയ്തു, വഞ്ചിച്ചു. ഡോക്ടർ പൽപ്പുവിന് വലിയൊരു എമൗണ്ട് നഷ്ടമുണ്ടായപ്പോൾ അതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ വാദിക്കുവാൻ, കാരണം ഈ കമ്പനിയുടെ രജിസ്ട്രേഷനൊക്കെ മലബാറിലായിരുന്നത് കൊണ്ടും അന്ന് തിരുവിതാംകൂറിന് പുറത്തായിരുന്നത് കൊണ്ടും ഇതിനുവേണ്ടി വാദിക്കുവാൻ ഡോക്ടർ പൽപ്പു മദ്രാസിൽ പോയി വലിയ തുക കൊടുത്ത് വിളിച്ചു കൊണ്ടുവന്നയാളാ CP രാമസ്വാമി അയ്യർ. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഡോക്ടർ പൽപ്പു ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് CP രാമസ്വാമി അയ്യരെ. ആ CP രാമസ്വാമി അയ്യർ പിന്നീട് തിരുവിതാംകൂറിൻ്റെ അന്തകനായി മാറി നമ്മൾ കാണുന്നത്. അപ്പോൾ അന്ന് ഹബീബുള്ളയാണ്
ഈ ഹബീബുള്ള നമ്മളുടെ ദിവാനായിരുന്നുവെങ്കിലും കാര്യങ്ങൾ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ പോയിന്റ് എന്ന് പറയുന്നത് CP രാമസ്വാമി അയ്യറായി മാറുന്നു. അങ്ങനെയാണ് ഉത്തരവാദിത്ത സമരപ്രക്ഷോഭം അടക്കമുള്ള വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും C കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം 1935 മെയ് 13. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, എല്ലാം കൂടെ എനിക്ക് അരമണിക്കൂർ കിട്ടത്തില്ല, നമുക്ക് ആകെ അരമണിക്കൂറേ കേശവനുള്ളൂ. നോക്കൂ, അങ്ങനെ പോകുന്നത് ആ സമര അന്ന് C കേശവൻ്റെ ഇപ്പോഴത്തെ ഈ പ്രസംഗം അല്ല കേട്ടോ. തിരുവിതാംകൂറിനെ അന്ന് അടക്കി ഭരിച്ചിരുന്ന അന്നത്തെ ദിവാനായിരുന്ന ഹബീബുള്ളയ്ക്ക് പോലും മുന്നിൽ വന്നിരിക്കാൻ പേടിയുണ്ടായിരുന്ന, ഇതിനകത്തൊരു മറ്റു കാര്യം കൂടി ഉണ്ട്, അന്നത്തെ രാജ്ഞിയായിട്ട് പോലും വളരെ അടുപ്പമുണ്ടായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് പറയും. ഒക്കെ പോട്ടെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. ഏത് രീതിയിൽ പറഞ്ഞാലും CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിലെ അവസാന വാക്കായിരുന്നു. അവസാന വാക്ക്. രാമസ്വാമി അയ്യർക്കെതിരെ നോക്കുന്നവൻ പിറ്റേന്ന് സൂര്യോദയം കാണുമോ എന്ന് സംശയമുണ്ടായിരുന്ന ഒരു വലിയ ഒരുതരം അടിയന്തരാവസ്ഥയുടെ ഏറ്റവും പീക്ക് ഫോം പോലെ തിരുവിതാംകൂറിനെ അടക്കി ഭരിച്ചിരുന്ന ഈ CP രാമസ്വാമി അയ്യരെ കുറിച്ച് കോഴഞ്ചേരിയിൽ 1935 അന്നത്തെ SNDP യോഗത്തിന്റെ നേതാവായിരുന്ന C കേശവൻ പ്രസംഗിച്ചത് ഈ നികൃഷ്ടജീവി. ഇതിനൊക്കെ തൻ്റെയോടം വേണം കേട്ടോ, ഇതിനൊക്കെ ഒരു നട്ടല് വേണം കേട്ടോ. ഇതൊക്കെ അന്നും ഇന്നും പറയുന്ന SNDP-ക്കാരേ ഉള്ളൂ. ബാക്കി ഇതൊന്നും വേറെ ആരും പറയുകയില്ലെന്നേ. എല്ലാവരും വേദി വന്നങ്ങ് പറഞ്ഞിട്ട് പോകും, അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. വേദി വന്ന് പറയണമെങ്കിൽ അന്ന് ആണുങ്ങൾ SNDP-യിലുള്ള ഇന്നുമുള്ള അന്നുമുള്ള എന്നുമുള്ള. നേരെ നമുക്കിനി ആറാട്ടുപുഴയെ കുറിച്ച് പറയാം. ഈ നികൃഷ്ടജീവി തിരുവിതാംകൂർ വിട്ട് പുറത്തു പോകണം. പരദേശി ബ്രാഹ്മണ. ചങ്കൂറ്റം വേണ്ടേ? ചുമ്മാ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ C കേശവൻ വിളിച്ച് വലിയ പ്രശ്നമായി. C കേശവന്റെ മേൽ പൊളിറ്റിക്കൽ കേസല്ല, രാജ്യദ്രോഹ കുറ്റം. ആ സംഭവം വേറെയാ, അല്ല രാഷ്ട്രീയ കേസ് ഇത്രയ്ക്ക് കാര്യമില്ലേ ഉള്ളൂ. രാജ്യദ്രോഹ കുറ്റം. ആ കേസോടുകൂടി C കേശവനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എങ്ങും ഒളിച്ചോടിയില്ല, ഓരോ ഒളിവിലും പോയില്ല, ഒരു മുൻകൂർ ജാമ്യത്തിനും പോയില്ല. നല്ല അന്തസ്സോടുകൂടി ആ ആലപ്പുഴ ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അമ്പലപ്പുഴ യൂണിയന്റെ ഈ ബിൽഡിംഗ് ആയിരിക്കുകയല്ല, യൂണിയൻ ഓഫീസിൽ വന്നിരുന്നു C കേശവൻ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ്, ഞാൻ വർഷവും ഡേറ്റും പറയാം, 1935 ജൂൺ 7 അമ്പലപ്പുഴ യൂണിയൻ. അത് C കേശവൻ ആത്മകഥ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഞാൻ ആലപ്പുഴ SNDP ഓഫീസിൽ വെച്ച് കീഴടങ്ങിയെന്ന എന്ന് പറഞ്ഞ അമ്പലപ്പുഴ യൂണിയൻ ഓഫീസാണ്. അവിടെ നിങ്ങൾ എനിക്കും പറഞ്ഞ ഈ ജൂൺ 7 ആചരിക്കണം കേട്ടോ. നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് നല്ല ചങ്കൂറ്റത്തോടു കൂടി. അന്ന് SNDP യോഗം മുന്നിട്ടിറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവിന് റിക്ഷ മേടിച്ചു കൊടുത്ത IN കേശവൻ്റെ ഒക്കെ ഫണ്ടിങ്ങിൽ ഒരു കേസ് കൊടുത്ത് സെഷൻ കോടതിയിൽ, മുനിസിപ്പൽ കോടതിയിൽ. ആ കേസ് ഹൈക്കോടതിയിലെത്തി. കേശവന് വന്ന വിധി, ആദ്യം സെഷൻസിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ 1 വർഷം വെറും തടവ്. തിരുവിതാംകൂർ രാജകുടുംബത്തെ അപഹസിക്കുകയും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ആളെ നികൃഷ്ടജീവിയെന്നും പരദേശി ബ്രാഹ്മണെന്നും വിളിച്ചതിൻ്റെ പേരിൽ C കേശവന് 1 വർഷം വെറും തടവ്. നമ്മുടെ നേതാക്കന്മാർ അത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല, നല്ല ഗംഭീരന്മാർ, ക്രൗഡ് പുള്ളർമാർ, കാര്യങ്ങൾ പറയുന്നവർ. ആരുന്ന് 1 വർഷം വെറും തടവ്. വേണമെങ്കിൽ അതങ്ങ് അനുഭവിച്ചാൽ മതിയായിരുന്നു. കേസിന് പോയി SNDP യോഗം. ഞാൻ പറഞ്ഞല്ലോ, ഫണ്ട് ചെയ്തത് നമ്മുടെ പുതുവിൽ IN കേശവനൊക്കെയാണ്. ഈ കേസ് ഹൈക്കോടതിയിലെത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു ശിക്ഷയുണ്ടായി. നമ്മൾ ഹൈക്കോടതിയിൽ പോയാൽ, അല്ല സുപ്രീം കോടതി പോയാൽ 2 ഓപ്ഷനാണ് സാധാരണ. ഒന്നുകിൽ കേസിൽ ഒരു ഇളവ് കൊടുക്കും, ആണല്ലോ, അല്ലെങ്കിൽ വിധി നിലനിർത്തും. ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിച്ച് ചിലപ്പോൾ അത് ജീവപര്യന്തമാക്കും, അല്ലെങ്കിലോ തൂക്കിക്കൊലയെ ശരിവെക്കും. ഇങ്ങനെയല്ലേ ഉള്ളൂ, ഇരട്ടിയാക്കത്തില്ലല്ലോ. കേശവന്റെ കാര്യത്തിൽ 1 കൊല്ലം വെറും തടവായിരുന്നത് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയപ്പോൾ 2 കൊല്ലം കഠിന തടവ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും? ഇവിടം വരെ പക്ക ചരിത്രമാണ്. ഇനി പറയുന്നത് എൻ്റെ സ്വന്തം ആരോപണമാണ്. കാരണം ഇനി നമുക്ക് യൂട്യൂബിലൊക്കെ വരുമ്പോൾ ചീത്ത വെക്കാൻ പാടില്ലല്ലോ. ഇനി എൻ്റെ ആരോപണം മാത്രമാണ്. അന്നത്തെ ജഡ്ജിമാരുടെയൊക്കെ ഉള്ളിലെ സവർണ ഫാസിസ്റ്റ് ദളിത് വിരുദ്ധ എന്തുകൊണ്ട് അവൻ്റെയൊക്കെ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് C കേശവനെ പോലെ ഒരു മഹാനെ 2 വർഷത്തേക്ക് കഠിന തടവിന് വിധിച്ചു കളഞ്ഞ്. അന്ന് കൊല്ലം ജയിലിലോട്ടാണ് മാറ്റുന്നത്. പിന്നീട് പൂജപ്പുര കൊണ്ടുവന്ന്. അന്ന് യൂറോപ്യൻ വാർഡ് എന്ന് പറയുന്നൊരു വാർഡുണ്ട്, യൂറോപ്യൻ വാർഡ്. അവിടെയാണ് വമ്പന്മാരെ ഇടുന്നത്, അവിടെയാണ് ഈ കൊലപ്പുള്ളികൾ ഇടുന്നത്. C കേശവനെ തടവിൽ പാർപ്പിച്ചത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കൊലപ്പുള്ളികളുടെ കൂട്ടത്തിലാണ്. ഇതിൽ പല കൊലപ്പുള്ളികളുടെയും തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളുടെയും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പിന്നീട് കാണാം. ഞങ്ങളൊക്കെ ഉറങ്ങാൻ തുടങ്ങിയത് മഹാനായ C കേശവൻ ഞങ്ങളുടെ കൂടെ ജയിലിൽ കിടന്നിട്ടാണ്. എല്ലാ ദിവസം രാത്രി അത്താഴം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ ഗാനമേളയാണ്, പാട്ട്.
ആദിഗംഭീരമായിട്ട് പാട്ട് പാടുമായിരുന്നു. ഞങ്ങളൊക്കെ ഇവർ മരിക്കാൻ തൂക്കിക്കൊല്ലും, ഇന്നല്ല നാളെ തൂക്കിക്കൊല്ലും, ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കുക. ഡെയിലി വൈകിട്ട് കേശവൻ എല്ലാവരും വിളിച്ചു കൂട്ടി അതിഗംഭീരമായ പാട്ട്, അടിപൊളി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജയിൽ അടിപൊളിയായിരുന്നു. അങ്ങനെയായിരുന്നു 2 കൊല്ലം തടവിലാക്കിയത്. സി കേശവൻ ജയിൽ മോചിതനായി പോയ സമയത്ത് ഇവരെല്ലാവരും ആർത്ത് കരഞ്ഞെന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ നമ്മുടെ കേശവൻ്റെ ചരിത്രത്തിൽ അതിഗംഭീരം. അങ്ങനെ ജയിലിനെ പോലും വേറൊരു വൈബിലേക്ക് മാറ്റി. പലരെയും പറഞ്ഞ് തിരിച്ച് അവർ ജയിലിന് പുറത്തിറങ്ങുമ്പോൾ കച്ചവടക്കാരും നല്ല മനുഷ്യനുമാക്കി മാറ്റുവാനുള്ള വ്യക്തി വൈഭവമുള്ള ആളായിരുന്നു. ജയിലിലെ വാർഡന്മാർക്ക് പോലും റെസ്പെക്റ്റ് ആയിരുന്നു സി കേശവനോട്. ഇനിയാണ് ആലപ്പുഴയുടെയും അമ്പലപ്പുഴ യൂണിയൻ്റെയും അടുത്ത ചരിത്രം. ആ സമയത്തേക്ക് ഈ CP രാമസ്വാമി അയ്യർ ഹബീബുള്ളയെ പുകച്ച് പുറത്ത് ചാടിച്ച് പകരം അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ സ്വയം ദിവാനായി അവരോധിതനായി, അതോടുകൂടി സർവാധികാരിക്കാരനായി CP രാമസ്വാമി അയ്യർ മാറി. CP രാമസ്വാമി അയ്യർ ചുമതലയേൽക്കുന്നത് 1937 ഒക്ടോബർ 8 നാടൊട്ടുക്ക് വിളംബരം, ക്ഷേത്രങ്ങളിൽ പൂജ, റോഡ് സൈഡിലൊക്കെ CP രാമസ്വാമി ചിത്രം വെച്ച് മാലയിട്ട് വെച്ചിരിക്കുന്നു. വലിയൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. SNDP യോഗത്തിൻ്റെ ഒരു പ്രഖ്യാപനം. ഒക്ടോബർ 8 ആലപ്പുഴയിൽ കിടങ്ങാമ്പറമ്പിൽ വെച്ച് സി കേശവന് അതിഗംഭീര സ്വീകരണം. ആലോചിച്ച് നോക്കി, നികൃഷ്ട ജീവി എന്നും പരദേശി ബ്രാഹ്മണെന്നും വിളിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടന്ന സി കേശവന് സ്വീകരണം കൊടുക്കുന്നത് ഈ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന്റെ ദിവാനായി ചുമതലയേൽക്കുന്ന അന്ന് തന്നെ. നമ്മുടെ രാമസ്വാമി അയ്യർക്ക് ഉറക്കയില്ല. എന്തൊരു കഷ്ടമെന്ന് പറ. നമ്മളും അങ്ങനെയാണല്ലോ. നമ്മുടെ ഈ SNDP ശാഖയോഗങ്ങളിലെ 2 പാനൽ വരും. 2 പാനൽ നമ്മൾ SNDP മാത്രം കാണുന്ന പ്രത്യേകതയാണ്. നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാനലായിരിക്കും. ഇതിനെതിരെ ഇവർ മത്സരിച്ച് പുതിയൊരു പാനൽ വരും. അന്ന് തൊട്ട് പുതിയ പാനലിനെ കാണാൻ മേല. പൂരടി ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പുതിയൊരാൾ വരുമ്പോൾ ഇതിനെതിരെ അതിഗംഭീരമായ ഒരു ആക്ടിവിറ്റി എങ്ങനെ തകർക്കാം. സി കേശവൻ്റെ സ്വീകരണത്തെ തകർക്കുവാൻ വലിയ ഒരു പ്രചരണവും ആക്ടിവിറ്റിയും നടത്തുന്നു തിരുവിതാംകൂർ ഗവൺമെൻറ് നേരിട്ട്. പക്ഷേ ആലപ്പുഴ നഗരം കണ്ട ഏറ്റവും വലിയൊരു സമ്മേളനത്തിലൂടെയാണ് ആ സ്വീകരണം ഉണ്ടാകുന്നത്. പിറ്റേന്നിറങ്ങിയ മലയാള മനോരമയുടെ, ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, മലയാള മനോരമയുടെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: ഒക്ടോബർ 9 കേശവ ചന്ദ്രോദയം ദർശിച്ച് ആലപ്പുഴ. അത് കാണണം കേട്ടോ. നമുക്ക് ആ ന്യൂസൊക്കെ കാണുമ്പോൾ കേശവ ചന്ദ്രോദയം. മലയാള മനോരമയുടെ KC മാമൻ മാപ്പിളയായിരുന്നു ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ. എന്നിട്ട് മാമൻ മാപ്പിള പറഞ്ഞൊരു വാക്കുണ്ട്: സി കേശവൻ തിരുവിതാംകൂറിൻ്റെ കിരീടം വെക്കാത്ത രാജാവാണ്. മറ്റേ പുള്ളിയോടെ കയറുന്നേ ഉള്ളൂ കേട്ടോ. CP രാമസ്വാമി അയ്യർ കിരീടം തല വെച്ചിട്ടില്ല. അവിടെ എങ്ങോട്ട് വൈകുന്നേരം കണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ്. അപ്പം പറഞ്ഞ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ നാടിൻ്റെ മണ്ണിൽ തിരുവിതാംകൂറിൻ്റെ കിരീടം വെക്കാത്ത രാജാവായി ഇതായിരിക്കുന്നു സി കേശവൻ. കേശവ ചന്ദ്രോദയം കണ്ട ആലപ്പുഴ ഒക്ടോബർ 8. നിങ്ങളിതൊക്കെ ആഘോഷിക്കണം കേട്ടോ, നിങ്ങളുടെ സഹകരണക്കാർ അല്ലെങ്കിൽ യൂണിയൻ. ആദ്യം നമ്മുടെ പിള്ളേരൊക്കെ പഠിപ്പിക്കണ്ടേ? അയ്യോ, നമുക്കിതൊന്നും അറിയത്തില്ല, നമ്മളിതൊന്നും അങ്ങോട്ട് പറയത്തില്ല. നമ്മൾ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ മാസച്ചതയവും സമാധിയും ചതയവും കൊണ്ട് SNDP അങ്ങ് സ്കിപ്പ് ആയിക്കളയും. ഇങ്ങനത്തെ വമ്പൻ സംഭവങ്ങൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്കുണ്ട്. അയ്യോ, 11:46 12 കാലം നമ്മുടെ ഷോപ്പാണ്. ആദ്യത്തെ അരമണിക്കൂറായി. നോക്കൂ, പിന്നീട് ഞാൻ ഇനി സ്പീഡിൽ പോകാം. സി കേശവൻ അതിനുശേഷം വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് മുന്നോട്ട് പോകുന്നു. സി കേശവൻ പിന്നീട് വന്ന അപ്പോഴത്തേക്കും കൊച്ചിക്കും തിരുവിതാംകൂറിൻ്റെ തിരുക്കൊച്ചി ഉണ്ടാകുന്നു. ആദ്യത്തെ മന്ത്രിസഭയിൽ നോക്കൂ, അന്ന് സി കേശവന് നേരിട്ടാകാൻ പറ്റിയില്ല. ആദ്യത്തെ ഒരു മന്ത്രി മാത്രമാണ് ആകുന്നത്. പിന്നീട് 1951 തിരുക്കൊച്ചി മന്ത്രിസഭയുടെ ചീഫ് മിനിസ്റ്റർ, ഈ കുലത്തിൻ്റെ ആദ്യത്തെ CM, സത്യമല്ലേ ഇത്? ആദ്യത്തെ CM ആയിട്ട് സി കേശവൻ വരുന്നു. 9 മാസം, ചില പുസ്തകങ്ങളിൽ 7 മാസം എന്ന് പറയുന്നു. 1 കൊല്ലം തികയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. അതിപ്പോൾ ആർ ശങ്കരനാണെങ്കിലും അതെ, ആ പാട് ഇപ്പോഴത്തെ CM-ന് മാത്രമാണ് കൃത്യമായിട്ടത് പൂർത്തിയാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു SNDP-കാരനെ ഇരുത്താൻ സമ്മതിക്കുമോ? ഈ ചില ചർച്ചകളിലൊക്കെ ഒരുതരം ഒരു കമ്മ്യൂണിസ്റ്റ് ചർച്ചക്കാരോ. ഞാൻ പറയും, നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട, എന്തൊക്കെ പറഞ്ഞാലും ഈ കുലത്തിൽ പിറന്ന, ഈ കുലത്തിൻ്റെ ബ്ലഡ് ഓടുന്നൊരു മുഖ്യമന്ത്രി ഇതും കൂടെ കഴിഞ്ഞാൽ ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ ലെവലിൽ ഏത് പാർട്ടിയിലാണ് ഇനി ഈ നേതാക്കന്മാരുള്ളത്? ഒരു പാർട്ടിയും പറയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു, കാരണം എൻ്റെ വിഷയം അതല്ലല്ലോ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നോക്കിക്കൂ, അടുത്തൊരു 25 കൊല്ലം കഴിഞ്ഞു കേരളത്തിൽ ഇരിക്കവിടെ എന്ന് പറയുവാൻ തലയെടുപ്പുള്ള, തൻ്റെ ഇടമുള്ള, താൻ പോരുമയുള്ള, പൊളിറ്റിക്കൽ അഗ്രസീവുള്ള ആരാപ്പോൾ ഉള്ളത്? നിങ്ങൾ നോക്കിക്കേ, ഈ പുതിയ തലമുറയിൽ ആരുമില്ല.
കുറച്ച് ആൾക്കാരൊക്കെ കുറേ MLA-മാരൊക്കെ അങ്ങ് പോകുമായിരിക്കും. കേരളത്തെ വരച്ചവരെ നിർത്താൻ പറ്റുന്ന പൊളിറ്റിക്കൽ ആംബിയറുള്ളവർ കുറവാന്നേ. നമ്മുടെ പിള്ളേരങ്ങനെ വരണം കേട്ടോ. എല്ലാവരും അതാത് രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്ത് ആരും പാർട്ടി മാറേണ്ടതില്ല, അവിടെ നിൽക്കണം, വർക്ക് ചെയ്ത് നേതാക്കന്മാരാകണം. നമുക്ക് നാളെ ഒരു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാർ വേണ്ടേ? നമ്മുടെ വേറെ ഏതെങ്കിലും പള്ളിയിലച്ഛൻ്റെ വാതിൽ പോയി നിൽക്കേണ്ട വരത്തില്ലേ? സ്വന്തം കുലത്തിന് ആൾക്കാർ വരണ്ട. സത്യമൊരു കാര്യമാണ്. SNDP അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പവർ ആകേണ്ടതുള്ളതുണ്ട്. അത് പോട്ടെ, നിങ്ങളുടെ മറ്റു വിഷയമാണ് ഞാൻ പറഞ്ഞത്. C. കേശവൻ അങ്ങനെ മുഖ്യമന്ത്രിയാകുന്നു. അത് നോക്കൂ, C. കേശവൻ്റെ മന്ത്രിസഭയെക്കുറിച്ച് പിന്നീട് പരൂർ നീലകണ്ഠപിള്ളയുടെ ഒരു പഠനമുണ്ട് കേട്ടോ. ഈ കണ്ട ഇത്രയും ദിവസങ്ങളിലും C. കേശവനെക്കുറിച്ചോ മന്ത്രിസഭയിലെ ഒരംഗത്തെക്കുറിച്ചോ ഒരാരോപണത്തിനും ഒരു പരിധിയില്ലായിരുന്നെന്ന്. ആയുർവേദത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയ, നോക്കൂ, ഇടത്തോടുകളും മറ്റുമൊക്കെ വൃത്തിയാക്കുന്നതിൽ ഇത്രയും ഫണ്ട് കൊടുത്ത, അഗ്രസീവ് പ്ലാനിംഗ് ഉണ്ടായിരുന്ന വേറൊരു മന്ത്രിസഭയെ കണ്ടിട്ടില്ലെന്ന. അതിനുശേഷമാണ് C. കേശവൻ ജീവിത സമരം ഇങ്ങനെ കണ്ടസ്യായി പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. അതിൽ രസകരമായ മറ്റൊരു വസ്തുത, C. കേശവൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ആത്മകഥകളിൽ ഏറ്റവും വൈബ്രൻ്റ് ഒരു ആത്മകഥയാണ് ജീവിത സമരം. അതിന് അവതാരിക എഴുതിയിരിക്കുന്നത് C. കേശവൻ്റെ മകൻ K. ബാലകൃഷ്ണനാണ്. അച്ഛൻ്റെ ആത്മകഥയ്ക്ക് മകൻ അവതാരിക എഴുതിയത് ലോകത്തിൽ തന്നെ അപൂർവമാണ്. സ്വന്തം മകനെ കൊണ്ടാണ് അവതാരിക. നമുക്ക് അത് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ K. ബാലകൃഷ്ണൻ ചെറുപ്പക്കാരനൊന്നുമല്ല, സാധാരണക്കാരനൊന്നുമല്ല. ശ്രീനാരായണ ഗുരു ആന്തോളജി എന്ന് പറയുന്ന ഗുരുവിനെക്കുറിച്ചുള്ള പ്രാമാണികമായൊരു ഇൻ്റലക്ച്വൽ പഠന ഗ്രന്ഥം എഴുതിയ ആളാണ്. ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അതായത് ചൈനീസ് യുദ്ധത്തിന് ശേഷം, ഇൻഡോ ചൈന യുദ്ധം ഉണ്ടായതിനു ശേഷം ഇന്ത്യ തോക്കുന്നു. ജവഹർലാൽ നെഹ്റു ആകെപ്പാടെ ഡീമോട്ടിവേറ്റഡ് ആകുന്നു. അതിനുശേഷം അദ്ദേഹം രോഗഗ്രസ്തനാകുന്നു, പിന്നെ മരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ഒരു ഒഴിവുകാലം എടുക്കാൻ തീരുമാനിക്കുന്നു. നമുക്ക് പ്രധാനമന്ത്രിക്കൊക്കെ ഒരു 5 ദിവസമൊക്കെ ഞങ്ങളുടെ കോട്ടയത്ത് അടൽ ബിഹാരി വാജ്പേയി കുമരത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. അത് അങ്ങനെയാണ്, താമസിക്കാൻ വരും. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒരു 5 ഡേ ബ്രേക്ക് എടുക്കുന്നു. ബ്രേക്ക് എടുത്തിട്ട് തിരുവനന്തപുരത്ത് കോവളത്താണ് താമസിക്കുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു സെക്രട്ടറിയോട് പറഞ്ഞു, എനിക്ക് വൈകുന്നേരങ്ങളിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കടൽ തീരത്ത് തണുത്ത കാറ്റേറ്റ് ആരോടെങ്കിലും സംസാരിച്ചിരിക്കണം. അപ്പം ജവഹർലാൽ നെഹ്റുവോട് സംസാരിക്കണമെങ്കിൽ ഇൻ്റലക്ച്വലി ആടിക്കണമല്ലോ, ചുമ്മാ കിട്ടത്തില്ലല്ലോ. ബൗദ്ധികമായി ആ ഒരു നിലവാരമുള്ള, ഇൻ്റലക്ച്വൽ അബിലിറ്റി ഉള്ള, കൃത്യമായ ഒരു ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു ബൗദ്ധിക തത്വചിന്തകന് മാത്രമാണ് നെഹ്റുവുമായി ആ ലെവൽ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ സെക്രട്ടറി ചോദിച്ചു, PM-ന് ആരെയെങ്കിലും മനസ്സിലുണ്ടോ? K. ബാലകൃഷ്ണനെ കിട്ടുമോ എന്ന് ചോദിച്ചു. C. കേശവൻ്റെ മകനെ K. ബാലകൃഷ്ണനെ അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതിഥിയായി PM തിരിച്ചു പോകുന്നത് വരെ K. ബാലകൃഷ്ണൻ അവിടെ താമസിച്ചുകൊണ്ട് വൈകുന്നേരം നെഹ്റു സായന്തനങ്ങൾ ചെലവഴിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുവാൻ നെഹ്റു കൂടെ ഇരുത്തിയ ആളാണ് C. കേശവൻ്റെ മകൻ മഹാനായ K. ബാലകൃഷ്ണൻ. നമ്മളിതൊന്നും അറിയാതെ അത്ര പവർഫുൾ ഒരു ഫാമിലി ആയിരുന്നു C. കേശവൻ്റെത്. ഒരു 30 മിനിറ്റ് നിർത്തേണ്ടതുള്ളത് കൊണ്ട് ഇവിടെ ഞാനത് അവസാനിപ്പിക്കുന്നു. അടുത്ത 30 മിനിറ്റ് നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട സാറ് പരാമർശിച്ചു പോയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അത് അല്പം കൂടി ടെററായി പോകുന്നതുകൊണ്ട് ഞാൻ മാക്സിമം നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പറയേണ്ടതുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പറയുമ്പോൾ രസകരമായ ഒരു സംഭവം പറയാം. എൻ്റെ വീട്ടിൽ നിന്നും 32 കിലോമീറ്റർ അകലെ വൈക്കം മഹാദേവ ക്ഷേത്രം. അവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ അകലെ ഒരു ഈഴവൻ്റെ വീടുണ്ട്. ആ വീട്ടുകാരൻ്റെ പേരാണ് ശിവരാമൻ. ഈ വീട്ടുകാരൻ്റെ വീട്ടിലോട്ട് ഒരു കുതിരപ്പുറത്ത് ഒരാൾ വരുന്നു. ആകാര സൗട്ടനായ കടഞ്ഞെടുത്ത ശരീരമുള്ള ഒരു പവർ പാക്ഡ് മാൻ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ? ഞാൻ ആറാട്ടുപുഴയിൽ നിന്നുമാണ്. വേലായുധ പണിക്കരെന്ന് മനസ്സിലായില്ല, പിന്നെ മനസ്സിലായത്. എന്താ കാര്യം? എനിക്കിവിടെ കുറച്ച് ദിവസം താമസിക്കണം. ആയിക്കോട്ടെ. അങ്ങനെ ശിവരാമൻ്റെ വീട്ടിൽ അദ്ദേഹം കുറേ ദിവസം താമസിക്കുന്നു. കൂടെ കുറേ ജോലിക്കാരും ഒക്കെ ഉണ്ട്. പതിയെ ഈ നമ്പൂതിരിമാരെ പോലെ വസ്ത്രമൊക്കെ ധരിക്കുന്നു. എങ്ങനെയൊക്കെ കുടുമിയൊക്കെ സെറ്റ് ചെയ്യുന്നു. കാര്യങ്ങൾ വെൽ പ്ലാൻഡായി. കണ്ടാൽ ഒരു നമ്പൂതിരി പോകാൻ ഇറങ്ങുമ്പോൾ ഈ ശിവരാമൻ പറഞ്ഞെന്നാ, ഇപ്പം കണ്ട നമ്പൂതിരിയെ പോലെ തന്നെയാകട്ടോ ആ സംസാരം കൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ, നേരാണ് എന്നൊക്കെ അവരുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, ഇതും കൂടി മതിയെന്ന്. അങ്ങനെ ഈ വ്യക്തി നേരെ നടന്നു ചെല്ലുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം. അന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയുടെ പേരാണ് മഹാദേവൻ നമ്പൂതിരി. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഒരു പർണശാല ഇരിക്കുന്നു. ഇതൊക്കെ നേരെ എന്താണ് സൈഡിൽ നല്ല ഇതൊക്കെ തൂക്കിയിട്ടിട്ടുള്ള ഒരു കടഞ്ഞെടുത്ത ബ്രാഹ്മണ ശേഷം നടന്നു വരുമ്പോൾ നല്ല തൂവെള്ള നിറം, നല്ല ശരീരം, എന്താണ് കാന്തിപ്രഭയുള്ള കണ്ണുകൾ, തേജസാർന്ന മുഖം, കൈ ആഭരണങ്ങൾ, പവർഫുൾ മാൻ, നല്ല ഇപ്പോഴത്തെ പറഞ്ഞ പ്രൊഫൈൽ കയറി വരുക. നേരെ കൊണ്ട് നടന്നു ചെല്ലുന്നു. ഇദ്ദേഹത്തെ താണ് വണങ്ങുന്നു. ആരെ? ഇങ്ങനെ നമസ്കരിക്കുന്നു മേൽശാന്തിയെ.
എവിടുന്ന? ഉളപ്പമണ്ണ ഇല്ലത്ത് നിന്നുമാണ്. പറഞ്ഞ മറുപടിയാ, ഉളപ്പമണ്ണ ഇല്ലത്ത് നിന്നുമാണ്. എൻ്റെ പേര് ശങ്കരൻ നമ്പൂതിരി. എന്താ വിശേഷിച്ച്? എൻ്റെ ഇല്ലത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടുത്തെ പൂജാകാര്യങ്ങളിൽ അങ്ങയോട് ചില സംശയങ്ങൾ ചോദിച്ച് പഠിക്കാൻ വന്നതാ. ഇച്ചിരി പുകത്തൊക്കെ ചെയ്തു. ഓ ആയിക്കോട്ടെ, ദക്ഷിണയായി ഇതിരുന്നോട്ടെ. കുറേ നാണയവും കൊടുത്ത് ഒരു പിന്നെ അങ്ങനെ പൈസ കിട്ടിയ പിന്നെ അറിയാലോ അല്ലേ, അതങ്ങനെയാണല്ലോ. നമ്മൾ ഇപ്പോഴും ദേവസ്വം ബോർഡ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്യൂ ഒന്ന് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നല്ല വെളുത്ത് തുടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്ത ഒരു നല്ല ഒരു നമ്പൂതിരി, ഒരു നായർ, ഒരു മേനോൻ പ്രൊഫൈലിറ്റി കാണുന്ന ഒരു സ്ത്രീ നിൽക്കുവാണ്, അല്ലെങ്കിൽ ഒരു പുരുഷൻ നിൽക്കുവാണ്. അവർക്ക് നല്ലൊരു തൂശനിലയിൽ ഭസ്മമൊക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ട് ബഹുമാനത്തോടുകൂടി ട്രക്ക് ഒരിടും. തൊട്ട് പുറകിൽ നമ്മളെ കറുത്ത് പടച്ച് ലുക്കൊന്നും ഇല്ലാത്തവന്മാർ ഒരു സാധനം എടുത്ത് ഒരൊറ്റ ഏറ്. ഇപ്പോഴാണ് മാറ്റം. ഈ ആദ്യം കൊടുത്തയാൾ 5 രൂപ ദക്ഷിണ, നമ്മൾ 50 രൂപ ദക്ഷിണ. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഒരു പുച്ഛവാ. എൻ്റെ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ കയറി വരുമ്പോൾ ഒരു കമൻ്റാണ് ഇവർക്ക് ആളുകൾ, അതേസ് വന്നെന്ന്. അതേസ് എങ്ങനെയുണ്ട്? നമ്മളേക്കാ അതേസ്. ഇങ്ങനത്തെ ഒരു കോഡാന്ന്. നമ്മൾ പിന്നിൽ നമ്മുടെ ഒരാൾ അവിടെ ജോലിക്ക് കയറിയപ്പോഴാണ്, എടേ അത് SNDP-കാരൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോഡാന്ന്. കീഴ്ശാന്തി മേൽശാന്തി. ശാന്തി ഒരു പൂജയുണ്ട്, വഴിപാട് എന്താ? അതേസ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഈ 2025 നമ്മളിതൊന്നും അറിയുന്നില്ല കേട്ടോ. അത് വലിയ സിസ്റ്റമാണ്. അപ്പോൾ എനിക്ക് ചില പൂജകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ മഹാദേവ നമ്പൂരി ചോദിച്ചു, എന്തൊക്കെയാണ് സംശയങ്ങൾ? അങ്ങയുടെ കൂടെ താമസിച്ചോട്ടെ എന്ന്. അങ്ങനെ ചില ബുക്കുകളിൽ പറയുന്ന 1.5 മാസം, ചില ബുക്കുകളിൽ പറയുന്നത് 45, എന്തായാലും 1 മാസത്തിലേറെ അവിടെ താമസിക്കുന്നു. അത്യാവശ്യം എങ്ങനെയാണ് ക്ഷേത്രപൂജകൾ, എങ്ങനെയാണ് പ്രതിഷ്ഠകൾ, എങ്ങനെയാണ് കലശാഭിഷേകങ്ങൾ, എങ്ങനെയാണ് ഉത്സവം, എല്ലാം പഠിക്കുന്നു. എല്ലാം വെൽ പ്ലാൻഡ് ആയി കഴിഞ്ഞപ്പോൾ പതുക്കെ വന്നിട്ട് ഈ മഹാദേവൻ നമ്പൂതിരി, അന്നത്തെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി ചോദിച്ചു, ഗുരു, ഒരു അബ്രാഹ്മണൻ അല്ലെങ്കിൽ ദളിതൻ ക്ഷേത്രത്തിൽ കയറിയാൽ എന്തു ചെയ്യണം? അതിന് ഇന്ന പൂജകൾ ചെയ്യണം. ഓ അത്തരം അതെല്ലാം എഴുതിയെടുത്തു. ആയിക്കോട്ടെ, ഇന്ന പൂജകളൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനെന്ത് ചിലവാകും? അതിന് ഇത്ര രൂപ ചിലവാകും. 101 പണം ദക്ഷിണയായി വഴിപാടായി അടയ്ക്കുകയും വേണം. അത്രയേ ഉള്ളൂ. ആൾ എന്ത് ചെയ്തു? ആദ്യം ഒരു ചെറിയ പണക്കിഴി എടുത്തിട്ട് ഇത് കൈ കൊടുത്തു. ഇതെന്താ? 101 പണം. ആദ്യം അടയ്ക്കേണ്ട ഫൈൻ, ഫൈൻ എന്താണ്? നമ്മുടെ പിഴപ്പണം അടച്ച് വീണ്ടും ഒരു തുക. ഇതെന്താണ്? ഒരു ദളിതൻ, ഒരു പിന്നോക്കക്കാരൻ വൈക്കത്തമ്പലത്തിൽ കയറിയതിന് ഈ ശുദ്ധികലശങ്ങൾക്കുള്ള പൂജയുടെ പ്രായച്ചിത്തം. അപ്പൊ തിരുമേനി ചോദിച്ചു, അല്ല ഇതൊക്കെ ശരിയാ, ആരാ കയറിയത്? ആ സമയം ഇതേക്കുറിച്ച് പിന്നീട് രസകരമായ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ശങ്കരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ ഈ മഹാദേവ നമ്പൂതിരി ഇങ്ങനെ ആളെ നോക്കിയെന്നാ, ഇത്രയും കടഞ്ഞെടുത്ത ജിംനാസ്റ്റിക് ബോഡിയുള്ള നമ്പൂതിരി ഏതാ ഉള്ളതെന്ന്. ഇവന്മാർക്ക് പറമ്പി പണിയെടുത്ത് ശീലമില്ലല്ലോ, ആ രീതി ഇല്ലല്ലോ. ഇത്രയും നല്ല ബോഡിയുള്ള നമ്പൂതിരിമാരാരാന്നോ? അത്ര വെൽ ട്രെയിൻഡ് ബോഡി അല്ലായിരുന്നോ? ഇങ്ങനെ നോക്കിയെന്ന് ഇവൻ ആരടാന്ന്. അപ്പോഴാണ് പറയുന്നത്, ഞാൻ ഒളപ്പമണ്ണ ഇല്ലത്തെ ശങ്കരൻ നമ്പൂതിരിയല്ല. നോക്കൂ, ഞാൻ അമ്പലപ്പുഴ പകുതിയിൽ വടക്കേ മുരുദേശത്ത് മംഗലം കരയിൽ നേരെ കടവിൽ വീട്ടിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഈഴവൻ ഞടുങ്ങിപ്പോയി. ആ സമയം എന്തോ ഒരു സഞ്ചി പോലെ സാധനമുണ്ട്, ഊരിയെടുത്തപ്പം വാള. അനങ്ങാൻ പറ്റുമോ? ഒരു ഫിസില് ചാടി വരുന്നത് 6 കുതിര ഉണ്ടായിരുന്നു. 6 കുതിര ഓരോന്ന്. അന്ന് ഈഴവർക്ക് കുതിരയ്ക്ക് അവകാശമില്ല. 6 കുതിര. അതിലേറ്റവും ട്രെയിൻഡായ കുതിര മതില് ചാടി. ഛത്രപതി ശിവജിയുടെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കുതിരൻ ചാടി വന്ന് നമ്മളെ പഠിപ്പിക്ക് വിളഞ്ഞിട്ടാ ഒരൊറ്റ കുതിപ്പ് കുതിരപ്പുറത്ത് കയറിയിരുന്ന് ഇപ്പൊ തന്നത് ഒരീഴവൻ വൈക്കം ക്ഷേത്രത്തിൽ കയറിയതിന് പുണ്യാഹം നടത്തുവാനുള്ള ശുദ്ധികലശത്തിനുള്ള തുകയാ. ആ 101 ഇവിടെ കെട്ടിവെക്കാനുള്ള പിഴയായ പണവ. ഇനി ഇതുകൂടി ഒരൊറ്റ ഏറ്, അതിനകത്ത് 101 പൊൻപണവ. ഒരീഴവനായ എന്നെ ഇത്രയും കാലം കൂടെ താമസിപ്പിച്ചതിന്, അങ്ങയുടെ ഇല്ലത്ത് പാർപ്പിച്ചതിന്, അങ്ങയുടെ അന്തർജനം ഭക്ഷണം ഉണ്ടാക്കി തന്നതിന്, സ്വന്തമായി കുളിക്കുവാനും സ്വന്തമായി ശുദ്ധിയാകുവാനും വീട് വൃത്തിയാക്കുവാനും അങ്ങേക്കുള്ള എൻ്റെ ദക്ഷിണയാന്ന് പറഞ്ഞിട്ട് കുതിരയോടിച്ച് പാഞ്ഞു പോയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നമ്മൾ പഠിക്കണ്ടേ? ആണുങ്ങളിലാണായവൻ. നമ്മൾ പക്ഷെ നമുക്കങ്ങോട്ട് പോരാ. മഹാഗുരു ജനിക്കുന്നതിന് 2 കൊല്ലം മുമ്പ് 1853 ഈ ആറാട്ടുപുഴയിൽ മംഗലത്ത് ജ്ഞാനേശ്വര ക്ഷേത്രം പ്രതിഷ്ഠിച്ചയാളാ.
പക്ഷെ കൈകൊണ്ടല്ല. ഗുരുവിൻ്റെ വിപ്ലവം, ഗുരുവിൻ്റെ നവോത്ഥാനം, ഗുരുവിൻ്റെ അവതാര മഹിമ, ഒരു അവതാരമൂർത്തിയുടെ ഈശ്വരീയതയാണ്. ആറാട്ടുപുഴ പക്ഷേ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു. ആറാട്ടുപുഴ മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂർ എന്ന പ്രദേശത്ത് ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ഒരു വീരശൈവ കുലത്തിൽപ്പെട്ട ഒരു തച്ചനെയും മറ്റും വിളിച്ചുകൊണ്ട് വന്ന് ആൾക്ക് നമ്പൂതിരിമാരുടെ ഒരു പ്രോ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വാള് വെച്ച് പ്രതിഷ്ഠിക്കട എന്ന് പറഞ്ഞു കളഞ്ഞു. അത് വേറൊരു ആക്ടിവിറ്റിയാണ്. അതൊരു തരം എന്താണ്, ഒരു ജനാധിപത്യപരമായി വരുന്ന ഒരു 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 പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ ഉണ്ടായതുപോലെ ചൈന ഉണ്ടായതുപോലെ ഒരുതരം റവല്യൂഷണറൈസ് രണ്ട് തോട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഒരുതരം പവർഫുള്ളായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവിടെയും ആധ്യാത്മികമായ ചില കാര്യങ്ങൾ അദ്ദേഹം പാലിച്ചു കേട്ടോ. അവിടെ ഒരു പ്രശ്നം വെക്കുന്നുണ്ട്. ഒരു ജോലിസിനെ കൊണ്ടുവന്ന് പറഞ്ഞു, ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ സ്ഥലമാണ് സ്ഥലം. അപ്പോൾ അവിടെ ഒരു കുറ്റിക്കാട് പോലെയാണ്. ഇവിടേക്ക് കറുപ്പിൽ വെള്ള പുള്ളിയുള്ള ഒരു പുള്ളി പശുവിനെ, ആ പശുവിന് എന്തോ ഒരു സ്പീഷീസ് എന്ന് പറയും, അഴിച്ചു വിടണം. അതിന് കർപ്പൂരം കൊണ്ട് 4 തവണ കുഴിഞ്ഞിട്ട് ഇതിനെ അഴിച്ചു വിടുക. പിന്നെ ഇതിൻ്റെ പിന്നാലെ പോവുക. അത് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ തന്നെ നിന്നുകൊണ്ട് 3 തവണ ചാണകം ഇടും. അതായിരിക്കണ സ്പോട്ട്. അങ്ങനെ തന്നെ സംഭവിച്ചതാണ് കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ചില ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളാണ്. അങ്ങനെ അവിടെയാണ് ഈ ജ്ഞാനേശ്വര ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈക്കത്ത് വന്ന് താമസിച്ചത്. ചുമ്മാ ഒരു ചെയ്തതല്ല. അതിനു മുമ്പൊരു കാര്യമുണ്ട്. രാമേശ്വരം, പളനി, തിരുപ്പതി ഇവിടങ്ങളിലൊക്കെ വേഷം മാറി താമസിച്ച് പൂജകളും കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി പഠിച്ചയാളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അന്ന് രാമേശ്വരത്ത് വെച്ച് ഒരു നമ്പൂതിരിയാണ് പറയുന്നത്, നിങ്ങൾ അവർണർക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിങ്ങളുടെ നാട്ടിൽ പണിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് മറ്റു പല നാട്ടിലെയും പൂജാവിധികളെയും പരമ്പരാഗതമായ തന്ത്രപ്രമാണ രീതിയുമാണ്. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. തന്ത്രവിദ്യയ്ക്കും പൂജാതി കാര്യങ്ങൾക്കും ദേശകാലോചിതമായി വ്യത്യാസങ്ങളുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിന് സമീപത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വേണം ഇത് പഠിക്കുവാൻ. അതുകൊണ്ടാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ വൈക്കം ക്ഷേത്രം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് മാത്രമല്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നമുക്കൊരു കമ്മിറ്റി പോലും കയറാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ കയറിയാലും നമ്മളിങ്ങനെ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലൊക്കെ ഉപദേശ സമിതിക്കകത്ത് ഇഷ്ടംപോലെ SNDP കയറും. ഈ SNDPക്കാർക്ക് പിരിക്കാൻ പോകാനും പോസ്റ്റർ ഒട്ടിക്കാനും കൂടെ നടക്കാനും അല്ലെങ്കിൽ ആന പോകുമ്പോൾ തീവട്ടി പിടിക്കാനും മാത്രം നമുക്ക് പറ്റുള്ളൂ. കൃത്യമായ ദൈവീകമായ ചടങ്ങുകളിൽ ആറാട്ട് മുങ്ങിക്കുളിക്കുമ്പോൾ, എന്താണ് ഉത്സവബലി നടക്കുമ്പോൾ ഉത്തരയും ഇട്ടുകൊണ്ട് ദേവപ്രീതി കിട്ടുവാൻ വേറെ ആമ്പിള്ളാരുണ്ട്. നമ്മുടെ ആളുകൾ ആ സമയത്ത് വെയിൽ കൊണ്ട് പിരിക്കാൻ പോകും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ നിരന്തരമായി നോക്കുന്നതാണ്. നമ്മൾ അന്നും പാവങ്ങൾ ഇതൊന്നും അറിയുകയില്ല, കഷ്ടപ്പെട്ട് ഉറങ്ങി നടക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ വൈക്കം മഹാദേവ ക്ഷേത്രം 1530 വരെ സ്റ്റെല്ല കേംബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് യൂറോപ്യൻ വനിതയുടെ ദ ടെമ്പിൾസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. 1530 വരെ ഒരു ഈഴവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം. 1530 വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. പിന്നീട് 9 കൊല്ലം വൈക്കം മഹാദേവ ക്ഷേത്രം ജീർണാവസ്ഥയിൽ തീ പിടിച്ച് കാട് പിടിച്ച് കിടന്നു. 1539 വ്യാക്രപാദം സ്വാമിയാരുടെ കാലത്ത് നമ്പൂതിരിമാർ സംഘടിച്ച് ഫണ്ട് റേസ് ചെയ്ത് നവീകരിച്ച് മനോഹരമാക്കിയിട്ടാണ് ഇപ്പോൾ കാണുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം ഉണ്ടായത്. അതിനുശേഷമാണ് അതൊരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ കീഴിലായത്. അതിനു മുമ്പ് വൈക്കം മഹാദേവ ക്ഷേത്രം ഈഴവ മാനേജ്മെൻ്റ് ആയിരുന്നു. അതുകൂടിക്കൊണ്ടായിരിക്കും ആറാട്ടുപുഴ അവിടെ തന്നെ പോയി പഠിച്ചത്. ഇനി നിങ്ങളുടെ അമ്പലപ്പുഴ ക്ഷേത്രം ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, ആലങ്ങാട്ട് പണിക്കരുടെയാ. എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ. ശബരിമല എങ്ങനെ നോക്കിയാലും SNDPക്കാരുടെയാ. ചീരപ്പഞ്ചർ തറവാടിൻ്റെയാ. അതൊക്കെ നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് നോക്കൂ. അവിടെ പോയി 10-17 മണിക്കൂർ ക്യൂ നിൽക്കാൻ ഈ കുലത്തിൽപ്പെട്ട ആളുകളാ. പൂജിക്കാൻ മാത്രം മലയാളി ബ്രാഹ്മണൻ. അത് അന്നും ഇന്നും നമ്മളിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് വീണ്ടും ആറാട്ടുപുഴയിലേക്ക് വരാം. അങ്ങനെയാണ് മംഗലം ക്ഷേത്രം ഉണ്ടാകുന്നത്. പിന്നീട് ഒരു കഥകളി യോഗം ഉണ്ടാക്കുന്നു. കഥകളി യോഗം, അന്ന് കഥകളി എന്ന് പറയുന്നത് കൃത്യമായി സവർണ കലാരൂപമാണ്. ആ കഥകളി യോഗത്തിന് വേണ്ടി ആളുകളെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിച്ച് ഉടവാളോട് കൂടിയ കുതിരപ്പട്ടാളത്തിൻ്റെ സെക്യൂരിറ്റിയിൽ കഥകളി നടത്തി. അതിനെതിരെ ഈ സവർണർക്ക് വേറെ ലോജിക്കുണ്ട്. ഇവരാദ്യം മെൻ്റലി ഡിമോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ തളരുന്നില്ലെങ്കിൽ ഇവർ സാമ്പത്തികമായി നമ്മൾ ഉപരോധിക്കും, അല്ലെങ്കിൽ കായികമായി നോക്കും. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് നോക്കും. ഇപ്പം ശബരിമലയൊക്കെ അങ്ങനെയാണ്.
ലീഗൽ കുരുക്കളിപ്പെടുത്തി കളയും. സവർണ കലാരൂപമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഉയർന്ന വക്കീലന്മാരെ വെച്ചും ആറാട്ടുപുഴ നേരിട്ട് വാദിച്ചും കലാരൂപം ഇത് ദൈവത്തിൻ്റെ ആണെന്നും അങ്ങനെയല്ലെന്നും വാദിച്ചുകൊണ്ട് ഈഴവർക്ക് കഥകളി സംഘമുണ്ടാക്കുവാൻ അനുമതി മേടിച്ചുകൊണ്ട് കഥകളി യോഗമുണ്ടാക്കുന്നു. എന്തെല്ലാം ആക്ടിവിറ്റികൾ! ആറാട്ടുപുഴ ഒരു ദിവസം നമ്മളിപ്പോൾ കായംകുളത്തിനപ്പുറത്തുള്ള പത്തിയൂർ ദേശത്തു കൂടി പല്ലക്കിൽ അങ്ങനെ വരികയാണ്. ആറാട്ടുപുഴയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ പല്ലക്ക് വരുമ്പോൾ ഈ ആറാട്ടുപുഴ അങ്ങനെ പ്രത്യേക സൗണ്ടൊന്നുമില്ല. അപ്പോൾ ഈ നമ്പൂതിരിമാർ വരുമ്പോൾ ഒരു വോയിസ് ഉണ്ട്, ഓഹോ ഓഹോ. നമ്മൾ ഈ പഴയ സിനിമയിലെ കണ്ടിട്ടുണ്ടല്ലോ, ഇമാർ വല്ല വീട്ടിലൊക്കെ പോകുന്ന. അപ്പോൾ ആ സമയത്ത് അതാണ് ഇതിൻ്റെ പരിപാടി. അത് പോട്ടെ. അപ്പോൾ ഓഹോ ഓഹോ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ആറാട്ടുപുഴയുടെ പല്ലക്ക് വരുക, ആറാട്ടുപുഴയുടെ പല്ലക്ക്. അപ്പോൾ ആറാട്ടുപുഴ ചോദിച്ചു, എന്തുവാ ഓഹോ ഓഹോ? അത് ഈ ആറാട്ടുപുഴേനെ ആൾക്കാർ വിളിക്കുന്നത് പണിക്കരച്ചാന്നാണ്. കാരണം ഈ കല്ലുശ്ശേരി തറവാട്ടിലെ അവർക്ക് അച്ഛന്മാരെന്ന് വിളിക്കുക. 20ാമത്തെ വയസ്സിൽ കാറാറായപ്പോഴും ആറാട്ടുപുഴ വേലായുധ പണിക്കരച്ചൻ അങ്ങനെ വിളിക്കുന്നത്. പറഞ്ഞു അത് പണിക്കരച്ച നമ്മുടെ ഇടപ്പള്ളി മനക്കോട്ടയിലെ തമ്പുരാൻ്റെ മകൻ കൊച്ചി രാജാവ്, ഞാൻ ആ തറവാട് പറയുന്നില്ല, അവരിപ്പോഴും ഉണ്ട്, ഇന്ന തറവാട്ടിലെ ഇന്ന നായർശ്രീയെ കാണാൻ പോവാന്ന്. അത് ശരി. അത് നമ്മളെന്ത് ചെയ്യണം? അല്ല, അവരിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വഴി മാറാൻ വേണ്ടിയാ. ഓഹോ ഓഹോ. ആറാട്ടോട് പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആഹാ ആഹാ അങ്ങോട്ട് പറഞ്ഞോളാം. അപ്പോൾ ആറാട്ടുപുഴ ആഹാ ആഹാ വെച്ച് അങ്ങോട്ട് പോകുന്നു, മറ്റവന്മാർ ഓഹോ ഓഹോ വെച്ച് ഇങ്ങോട്ട് വരുന്നു. 2 പല്ലക്കും ഫേസ് ടു ഫേസ് വന്ന് നിൽക്കുക. അപ്പോൾ തിരുമേനി വന്നത് കണ്ടില്ലേ, വഴി മാറടാ പണിക്കരെ. ഉടനെ ആറാട്ടുപുഴ ഫ്രണ്ടിൽ പോകുന്ന കുതിരക്കാരൻ, പണിക്കരച്ചൻ വരുന്നത് കണ്ടില്ലേ, വഴി മാറടാ നമ്പൂതിരി എന്ന്. അതാ ഞാൻ പറഞ്ഞ ആണുങ്ങളിലാണായവൻ. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞു, സാമൂഹിക വ്യവസ്ഥിതി അറിയത്തില്ലേ? ആറാട്ടുപുഴ ഇറങ്ങി, സാമൂഹികമായ വ്യവസ്ഥിതി ആയിരിക്കും നിനക്കെൻ്റെ ഉടവാളിൻ്റെ വ്യവസ്ഥിതി അറിയാൻ പോകുന്നു. തിളങ്ങുന്ന വാള്, ലവം പുറകോട്ടങ്ങ് പോയി. അതേ അവന്മാരുടെ വാളൊക്കെ ഉണ്ടെന്ന് ഈഗോ സമ്മതിക്കുവോ? കൊച്ചി രാജാവ് ചാടി ഇറങ്ങി, അടിക്കടാവനെ എന്ന് പറഞ്ഞ് ഒരേ സമയം 12 പേരെ അടിച്ച് ആടിയിടുന്ന ആളാണ് ആറാട്ടുപുഴ ഒറ്റയ്ക്ക്. അത് പോട്ടെ, 32ഓളം കുതിരപ്പടയാളുടെ ചുറ്റും ഒരു 11 നമ്മുടെ ഈ ഒരു സിനിമയ്ക്ക് രജനികാന്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പറക്കുന്ന പിന്നെ കാണുന്നത്. ഒടുവിൽ കൊച്ചി രാജാവ് ഒറ്റയ്ക്ക് നിൽക്കുക. സാധാരണഗതിയിൽ രാജാവിനെയെങ്കിലും തല്ലാതെ വിടുമെന്ന രാജാവ് ഓർത്തത്. നമ്മളിപ്പോൾ മന്ത്രിമാരെയൊക്കെ ഉപരോധിച്ചാലും കല്ലക്കെറിഞ്ഞാലും മന്ത്രിക്കിട്ട് കയറി തല്ലുവല്ലോ. അപ്പോൾ അദ്ദേഹം ചങ്കൂട്ടത്ത്, ഞാൻ എന്തായാലും രാജാവിൻ്റെ മകനാണല്ലോ, കൊച്ചി രാജാവാണല്ലോ, ഇവൻ എനിക്കിട്ട് തല്ലുവോ? അപ്പോൾ ചോദിച്ചു, അനുചരന്മാരൊക്കെ പോയില്ലേ, തിരുമേനി വഴി മാറുന്നോന്ന്, നീ എന്നെ കൊന്നിട്ടേ പോവുള്ളെന്ന്. അതേക്കുറിച്ച് ഒരു ബുക്കിൽ പറയുന്നത്, ആറാട്ടുപുഴ മുന്നോട്ട് ചെല്ലുകയും ഉടുക്കുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എവിടെയും ഈ അരഭാഗത്ത് കൂട്ടി പൊക്കി മേളിൽ പിടിച്ചിട്ട് കറക്കി ഒറ്റ ഏറുന്ന അവിടെ ഒരു കുഞ്ഞ് കനലായിരുന്നു. 2 കൈയും 2 കാലും മാത്രമേ ഒടിഞ്ഞു പോയുള്ളൂ. ഒറ്റ ഏറ്. ഇത് ചരിത്ര കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ചരിത്ര. രാജാവിൻ്റെ മകനെ തല്ലി കേസ് കോടതി വന്ന് ഒറ്റയ്ക്ക് വാദിച്ച് ഈ പൊക്കിയെടുത്ത് എറിഞ്ഞപ്പോഴേ ഏതാണ്ട് ഒരു 10 മീറ്റർ അകലെ എങ്ങാണ്ട്, അത്ര പവർഫുൾ മാനാണ്, 6 ആളുടെ ആരോഗ്യന്ന ഒരൊറ്റ എറിഞ്ഞപ്പോൾ ഇദ്ദേഹം നമ്മൾ കണ്ടിട്ടില്ല, വല്ലോ ഈ കല്ലിലൊക്കെ തട്ടി പറഞ്ഞേക്ക് ആയിരിക്കുമല്ലോ വീണത്. ദേഹം മുഴുവൻ പരിക്കും, 2 കൈയും 2 കാലും ഒടിഞ്ഞ്. ഈ ജഡ്ജി ഇദ്ദേഹത്തെ വൈദ്യശാല വന്ന് നേരിട്ട് കണ്ട് മൊഴിയെടുത്ത് എന്നെ പൊക്കിയെടുത്ത്, ഈ എന്നെ എന്ന് പറഞ്ഞാൽ കൊച്ചി എന്നാ പറഞ്ഞേ, യുവരാജാവിനെ നിങ്ങൾ ആലോചിക്കണം, രാജാവിൻ്റെ മകനെ തൂക്കിയെടുത്തെറിഞ്ഞ് കളഞ്ഞ്, 2 കൈയും 2 കാലും ഒടിഞ്ഞ്, നല്ല ഇടിയും കൊടുത്തു കേട്ടോ, ചുമ്മാ അതൊന്നുമല്ല, അടി കൊടുത്തിട്ടാ. അപ്പോൾ അതിൻ്റെ പേരിൽ ആറാട്ടുപുഴയെ തടവിന് വിധിക്കുന്നു 1 വർഷം. അതുകൊണ്ടാണ് ഇത് ഫേക്കല്ല, ഹിസ്റ്ററിയാന്ന് പറയുന്നത്. അതായത് മോഹൻലാൽ സിനിമ പറഞ്ഞില്ല, രാജാവിൻ്റെ മകനെ തല്ലിയതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒറ്റ ആളേ ഉള്ളൂ, ആറാട്ടുപുഴ വേലായുധ പണിക്കര്. 1 വർഷം ജയിലിലായിരുന്നു. ആ 1 കൊല്ലം കഴിഞ്ഞ് സ്വീകരണം തിരിച്ചു വരുമ്പോൾ അതിഗംഭീരമായ സ്വീകരണമൊക്കെ അവർ കൊല്ലത്തൊരുക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അതും ഒരു അത്ഭുതമാണ്. രാജാവിൻ്റെ മകനെ, ഇടപ്പള്ളിക്കോട്ടയിൽ രാജാവിൻ്റെ മകനിട്ട് അടി കൊടുത്തിട്ട് തല്ലിയിട്ട് ജയിലിൽ പോയ ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇതൊക്കെ നമ്മൾ ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് മക്കളെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിഗംഭീരമായൊരു ഫൈറ്റ് നടക്കുന്നത് കായംകുളം ചന്തയിലാണ്. അതായത് മഹാഗുരുവിന് കാറൊക്കെ മേടിച്ച് കൊടുത്തിട്ടുള്ള ടി.കെ. മാധവൻ്റെ ഫാമിലി, ടി.കെ. മാധവനെ താന്നിയംകുന്നത്ത് കേശവൻ ടി.കെ. പക്ഷേ ടി.കെ. മാധവൻ്റെ പേരൻറ്റ് ഫാമിലിയാണ് മഹാഗുരുവിന് റിക്ഷ മേടിച്ച് കൊടുത്ത നമ്മുടെ നങ്ങ്യാർകുളങ്ങരയ്ക്ക് അടുത്തുള്ള നമ്മളുടെ ആലുംമൂട്ടിൽ ഫാമിലിയിലെ ഒരു ഗോവിന്ദൻ്റെ മകൾ മീനാക്ഷി. ഈ പെൺകുട്ടിക്ക് മൂക്കുത്തി ഇടണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈഴവ സ്ത്രീകൾക്ക് മൂക്കുത്തി ഇടുവാൻ പെർമിഷനില്ല. ഇവർ സമ്പന്ന കുടുംബമാണ്, ഈഴവരാണ്, ഇഷ്ടംപോലെ സ്വത്തും സ്ഥലം, ഗുരുദേവന് കാറ് മേടിച്ചു കൊടുത്ത കുടുംബം, അവർക്ക് ഫണ്ടുണ്ട്. എന്നാൽ മോൾ ഇട്ടോളാൻ പറഞ്ഞ്
ഈ കുട്ടിയുടെ അച്ഛൻ ഒരു മൂക്കുത്തി അതിന് പണിയിച്ച് കൊടുക്കുന്നു. അത് ഏതോ ഒരു വലിയ തട്ടാനെ കാണുന്നു, പണം കൊടുക്കുന്നു, ഇടുന്നു. ഈ മൂക്കുത്തി ഇട്ടുകൊണ്ട് ഇതിന് പുറത്തിറങ്ങാൻ മടിയാണ്. ആരെങ്കിലും കണ്ടാലോ? കായംകുളം ചന്തയിൽ എന്തോ ഒരു പരിപാടിക്ക് പോയ സമയത്തോ എങ്ങനെയോ ഈ പെൺകുട്ടി, കാരണം ഇവരുടെ വീട് അറിയാലോ, മാവേലിക്കരക്ക് അപ്പുറത്താണ് കായംകുളം, നേരെ ഇപ്പുറത്താണ് ഇവരുടെ തറവാട് ആലുമുട്ടിൽ മേട. വന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ മൂക്കുത്തി കയ്യിൽ കൊണ്ടുപോയിട്ട് കായംകുളം മാർക്കറ്റിലെത്തിയപ്പോൾ ഇതിട്ടു മൂക്കിൽ. ആ സമയം നല്ല വെയിലുള്ള സമയമാണ്, ഈ നല്ല വെളുത്ത കുട്ടിയുമാണ്. ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഇവിടെ എന്തോ ഒരു തിളക്കം. ഇവർ നോക്കി, ഒരു ഈഴവ പെൺകൊച്ചിൻ്റെ മുഖത്തെന്താ ഒരു തിളക്കം, മൂക്കുത്തി കാട്ടുതീ പോലെ വാർത്ത പരക്കുന്നു. ആലുംമൂട്ടിൽ മേടയിലെ ഗോവിന്ദൻ്റെ മകൾ മീനാക്ഷി മൂക്കുത്തി വിട്ട് വന്നിരിക്കുന്നു. ആദ്യമായി ഈ കൊച്ചിൻ്റെ വഴി തടയുന്നത് ഒരു സുകുമാരൻ നായരാകട്ടോ. എനിക്കത് പറയാൻ മടിയായിരുന്നു. അദ്ദേഹം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണല്ലോ. ഇനി ഞാൻ മനഃപൂർവ്വം കഥ ഉണ്ടാക്കിയെന്ന് പറയാൻ പാടില്ലല്ലോ. ഒരു സുകുമാരൻ നായർ വന്ന് തടയുന്നു. നീ എന്ത് ധിക്കാരമാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഈ കൊച്ചു പേടിച്ച് പറയ്ക്കുന്നു. അതൊരു പാവം കുട്ടിയല്ലേ. ബലമായി നോക്കൂ, ഒരു സ്ത്രീയോട് ഇതിൻ്റെ വർഷം ഏതാണ്ട് 1862 സാമതിർപ്പാദങ്ങൾക്ക് ഒരു 7 വയസ്സ് പ്രായമുണ്ട് ഗുരുവിന്. ആ സമയത്താണ് അവളുടെ മൂക്കുത്തി വലിച്ചു പറിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 10-16 വയസ്സുള്ള കൊച്ചു പെൺകൊച്ച് അതിൻ്റെ മൂക്കുത്തി വലിച്ചു പറിക്കുമ്പോൾ അത് ആ ഒരു ചെറിയ ഹോള് പറഞ്ഞു പോന്നിട്ട് ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്. ഇതറിഞ്ഞു എൻ്റെ അച്ഛനൊക്കെ ഓടി വരുന്നു, കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോകുന്നു. വലിയ പ്രശ്നമാകുന്നു. വിവരം ആറാട്ടുപുഴ അറിയുന്നു. 3-4 തട്ടാന്മാരെ വിളിച്ചു വരുത്തുന്നു. 150ഓളം മൂക്കുത്തികൾ പണിയുന്നു. ആ മൂക്കുത്തികളുമായി കായംകുളം ചന്തയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഈഴവ സ്ത്രീകളെ നിരത്തി എല്ലാവരും മൂക്കുത്തിയിടുന്നു. മുന്നിലും പുറകിലും കുതിരപ്പട്ടാളം, ഉടവാളേന്തിയ ആളുകൾ. അവർക്ക് പിന്നെ ആണുങ്ങളെ കണ്ടാൽ ഇതൊന്നും ഇല്ലല്ലോ, ഒരു ഷോയും ഇല്ലല്ലോ. എല്ലാവരും മാറി നിന്ന് കായംകുളം മാർക്കറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കുത്തിയിട്ട സ്ത്രീകളുമായി പ്രകടനം. സ്ത്രീജനങ്ങൾ മടങ്ങി. ആറാട്ടുപുഴയും കുറച്ച് ആളുകളും നിന്നു, അനക്കമൊന്നുമില്ല. അവരും മടങ്ങി. ആറാട്ടുപുഴയും ടീമും പോയി കുറെ കഴിഞ്ഞപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്ത 3-4 ഈഴവ പ്രമാണിമാർ അവിടെ ഒറ്റപ്പെട്ടു. അവരെ വളഞ്ഞിട്ട് തല്ലുന്നു. ഈ പറഞ്ഞ സുകുമാരൻ നായരും സംഘവും വളഞ്ഞിട്ട് തല്ലുന്നു. ആറാട്ടുപുഴ വിവരമറിയുന്നു. കൊടുങ്കാറ്റ് പോലെ മടങ്ങി വരുന്നു. കൊടുങ്കാറ്റ് പോലെ ഈ പറഞ്ഞ സുകുമാരൻ നായർ മുട്ടേലഴഞ്ഞെന്നാണ്. മുട്ടേൽ നമ്മുടെ സജിൽ ശ്രീധരൻ സാറ് എന്താണ് അവർണൻ എന്ന് പറഞ്ഞ നോവലിൽ അതൊരു ചരിത്രമാക്കിയാണ്. ഞാൻ പേഴ്സണലി വിളിച്ചു ചോദിച്ചു. അവിടെ പല ബുക്കിലും പറയുന്നത് 2 മുട്ടും തല്ലി ഒടിച്ചിട്ട് കൈകളൊന്നും ചെയ്തില്ല. ഈ കൈ കൊണ്ടല്ലേ വലിച്ചു പറിച്ചത്. ഈ സുകുമാരൻ നായർ വലിച്ചു പറിച്ചത്. നിന്റെ കൈ ഞാൻ വെറുതെ വിടുവാന്ന് പറഞ്ഞ് നിനക്ക് നടക്കാനാന്ന് 2 മുട്ടും തല്ലി ഉടച്ചു കളഞ്ഞ് ആറാട്ടുപുഴ എന്നിട്ട് 2 സൈഡിലും വാളുമായിട്ട് നിന്ന് നടക്കടാന്ന് പറഞ്ഞ് കായംകുളം ചന്തയിലൂടെ പൊട്ടിയ ഒടിഞ്ഞ് തൂങ്ങിയ മുട്ടുമായി നിരങ്ങി സുകുമാരൻ നായർ. അങ്ങനെ ഒരു ആറാട്ടുപുഴ വേലായുധ പണിക്കരുണ്ടായിരുന്നു. വിപ്ലവ സിംഹം. അടുത്തയടി നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് തിരുനക്കരമ്പലത്ത് ഉത്സവമായിരുന്നു. അപ്പോൾ ഗാനമേള 4 ഗാനമേളയാണ്. 4 ഗാനമേളയ്ക്ക് അടിയായിരുന്നു. പിള്ളേർ FB ലൈവ് ഇടുക. ഗാനമേള അടി നമ്പർ 1 FB ലൈവ്. പിറ്റേ ദിവസം തിരുനക്കര ഉത്സവം ഗാനമേള അടി നമ്പർ 2 FB ലൈവ് ആണ്. 2.3 മില്യൺ വ്യൂ, 23 ലക്ഷം എന്ന് പറഞ്ഞല്ലേ അടി നമ്പർ 2. ഇതെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി, ഈ കൊച്ചിൻ്റെ പേര് കൃഷ്ണ എന്നാണ്. കൃഷ്ണ അന്ന് ഇങ്ങനെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണ. ഈ കുട്ടിക്ക് ഇതിൻ്റെ പേര് മേൽശീലക്കലാപം എന്ന് പറയും. മേൽശീലക്കലാപം. ഇതെങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ നായർ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഈ അച്ചുടി ഇങ്ങനെ ഈ ബ്ലൗസിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ ചില പണ്ടത്തെ സിനിമയ്ക്കത് കണ്ടിട്ടില്ലേ, നായർ ഇങ്ങനെ ഈ ബ്ലൗസ് ഇങ്ങനെ ഫോൾഡിങ് ഉള്ള ആ ബ്ലൗസ് ഇടുവാൻ നായർ ഈ ഈഴവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ല. അവർ ഒത്തിരിയൊക്കെ പുതയ്ക്കും. എങ്കിലും സമ്പന്ന കുടുംബത്തിലേക്ക് അത്യാവശ്യം ബ്ലൗസൊക്കെ ഇടും. റൗക്ക എന്നൊക്കെ അപ്പം ഇങ്ങനെ കെട്ടിവെക്കുന്ന ഹുക്കില്ല, അത് പിന്നെ ഇടും. പക്ഷേ ഈ ചുട്ടി കുത്തിയ ബ്ലൗസ് അത് നായർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞ് ഇതിൻ്റെ കൂട്ടുകാർ 1-2 നായർമാരൊക്കെ ഇത് ഇടുന്നുണ്ട്, അമ്മേ എനിക്കൊന്ന് തയ്ച്ചു തരാമോന്ന്. അമ്മ തയ്ച്ചു കൊടുത്ത് ഇത് ഇട്ടുകൊണ്ട് മോള് പുറത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് വിവരം നായർ പ്രമാണിമാരറിഞ്ഞ് ഈ കൊച്ചിനെ നോക്കൂ മാവേലിക്കരയ്ക്കടുത്ത് ഒരു തെരുവിൽ വെച്ച് പരസ്യമായി ബ്ലൗസ് വലിച്ചു കീറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യന്മാരാണ് ഇവന്മാരൊക്കെ, മനുഷ്യന്മാർ. ആചാരം ലംഘിക്കുന്നോ ആ കുട്ടി സമൂഹ മധ്യത്തിൽ അപമാനിതയായി മെൻ്റലി ഡിപ്രസ്ഡായി ആറാട്ടുപുഴ വിവരം അറിയുന്നു. അന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു കേട്ടോ, അബ്ദുറഹ്മാൻ ഹാജി.
അബ്ദുറഹ്മാൻ ഹാജിക്ക് അവിടെ ഈ ആയുർവേദ മരുന്ന് മറ്റു വയ്ക്കുന്ന കടയായിരുന്നു. അബ്ദുറഹ്മാൻ ഹാജിനെ കടയിൽ കയറിയിട്ട് ആറാട്ടുപുഴ 2 കാലിൽ തൂക്കിയെടുത്ത് തുണി അലക്കുന്നത് പോലെ അലക്കിയെന്ന നമുക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ, അലക്കിക്കളഞ്ഞ് ആ ഒരു പവർ കാലിൽ തൂക്കിയെടുത്ത് ഒരൊറ്റ അടിയായിരുന്നു നിലത്തോട്ട്, പല്ലുകളൊക്കെ ചെതറിപ്പോകുന്ന അബ്ദുറഹ്മാൻ ഹാജിയുടെ. ശരിക്കും നമ്മളിതൊക്കെ വീണ്ടും തുടങ്ങേണ്ട സമയമാണെന്ന് തോന്നുന്നത്. ഈ നമ്മളിപ്പോഴത്തെ കൂടൽമാണിക്യമൊക്കെ കാണുമ്പോൾ നിലത്തടിച്ച് കളഞ്ഞു, അടിച്ച് തകർത്ത് കളഞ്ഞ്. അതിനുശേഷം ഇതേ സ്ഥലത്ത് 100ഓളം ഈഴവ സ്ത്രീകളെ അതായത് ഈ ചുട്ടി കുത്തിയ ബ്ലൗസ് ഇടിച്ചുകൊണ്ട് പ്രകടനം നടത്തി. ആണുങ്ങളിലാണായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തടയടാന്ന് പറഞ്ഞു. ആരും വന്നില്ല ആറാട്ടുപുഴ. അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്ന കാർഷിക സമരത്തിനൊക്കെ മുമ്പ് 1863 ആദ്യമായി കുട്ടനാട്ടിൽ കർഷക സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കര. ഇതൊന്നും ഒരു പുസ്തകത്തിലുമില്ല. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഒരു സംരക്ഷണമുള്ള ഒരു ഫാമിലിപ്പെട്ട ഒരു അമ്മയും മകനും വഴിമാറാൻ ഒരല്പം താമസത്തിൻ്റെ പേരിൽ പാടത്തിട്ട് നായർ പ്രമാണിമാർ അവരെ തല്ലുന്നു. ആറാട്ടുപുഴ അന്ന് വീട്ടിൽ കയറി അവരെ തിരിച്ചടിക്കുന്നു. പാറാട്ടുപുഴയ്ക്ക് മനസ്സിലായി ഇങ്ങനെ തിരിച്ചു തല്ലിയ മാത്രം കാര്യം നടക്കുകയല്ല. അന്ന് രാത്രി ആറാട്ടുപുഴയുടെ നേരെ കടവ് വീട്ടിൽ അവിടെയുള്ള പുലയന്മാർ, പറയന്മാർ, ചണ്ടാളന്മാർ, ഈഴവർ, ഈ പാടത്ത് പണിയുന്ന എല്ലാവരുടെയും ഒരു കോൺഫറൻസ് വിളിക്കുന്നു, നമ്മളിപ്പോൾ ഇവിടെ ചേർന്നതുപോലെ. എന്നിട്ട് ആറാട്ടുപുഴ പറയുന്നു, നാം എല്ലാവരും ഇവർക്കെല്ലാം ഭക്ഷണം കഴിക്കുവാൻ വിത്ത് വിതച്ച് നെല്ല് കൊയ്ത് കളപ്പുരയിൽ എത്തിച്ചു കൊടുക്കുന്നവരാണ്. നാം കൃഷി ചെയ്യുന്ന വിത്ത് പാചകം ചെയ്ത് കഴിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. നാം ചെയ്യേണ്ടത് ഇനി മുതൽ നമ്മളെങ്ങനെ അധിക്ഷേപിച്ചാൽ, നമ്മളെങ്ങനെ ആക്ഷേപിച്ചാൽ ഇവർക്ക് വേണ്ടി പണിയെടുക്കുകയില്ല എന്നറിയിക്കണം. നാളെ മുതൽ നിങ്ങളാരും പാടത്തിറങ്ങണ്ട. ആദ്യത്തെ കർഷക സമരം കേട്ടോ, 1863-64 കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കർഷക സമരം. ആദ്യത്തെ 2 ദിവസം 3 ദിവസം വരെ നമ്പൂതിരിമാരും ഈ ഭൂ ഉടമകളും പ്രമാണിമാരും ഒന്നും അനങ്ങിയില്ല. ഇവനൊക്കെ 2-3 ദിവസം കഴിയുമ്പം ഇങ്ങ് വന്നോളും. ഒരാഴ്ചയായി പ്രതിനിധികളെ വിട്ടു. പണിക്കിറങ്ങുന്നുണ്ടോ? നെല്ല് കൊയ്യണം, അപ്പുറത്ത് വിത്ത് വിതയ്ക്കണം, കളപറിക്കണം, മരുന്നിടണം, പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ പണിക്കിറങ്ങുന്നുണ്ടോ? ഇല്ല. എന്തു ചെയ്തു? അയൽ ദേശങ്ങളിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, കോട്ടയത്ത് നിന്ന്, ആർപ്പുക്കരയിൽ നിന്ന്, നമ്മുടെ ആ ഭാഗത്തു നിന്നൊക്കെ ഈ കുട്ടനാടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും പണിക്കാരെ ഇറക്കി കൃഷി ചെയ്യുവാൻ ശ്രമിച്ചു. പുറത്തുനിന്ന് 6 പണിക്കാർ വന്നാലും വള്ളം കരയിൽ അടുക്കുകയില്ല. ഒന്നെങ്കിൽ വള്ളക്കാരനെ ഓടിക്കും, ഇല്ലെങ്കിൽ കാല് കുത്തിയ സ്പോട്ടിൽ അടിയുവാണ്. ചുരുക്കി പറഞ്ഞാൽ 1 മാസമായി കൊയ്യാൻ പറ്റുന്നില്ല, വിളവെടുക്കാൻ പറ്റുന്നില്ല, കൃഷി നശിക്കുന്നു. ആ സമരം 9 മാസം മുന്നോട്ട് പോയി. 9 മാസം. അപ്പോൾ ഈ കരപ്രമാണിമാരും ഭൂ ഉടമകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവർ ഈ 9 മാസമായി പണിക്കിറങ്ങാതിരുന്നാൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഇവർക്ക് നിത്യവൃത്തി വേണ്ടേ? അതിനാണ് ആൻസർ. നോക്കൂ, ഏതാണ്ട് ഈ ചുറ്റുമുള്ള കരകളിലെ ഈഴവരാതി പിന്നോക്ക ജനതയടക്കമുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, ഏതാണ്ട് 4000-ഓളം വരുന്ന പണിക്കാർ, ഇവരെ എല്ലാവരെയും 9 മാസം സമരം ചെയ്യിച്ച് വീട്ടിലിരുത്തുമ്പോൾ ഇവർക്ക് നിത്യവൃത്തി വേണ്ടേ? അത്രയും ദിവസം ഇവർക്കുള്ള മുഴുവൻ ചെലവിനുള്ള അരിയും മറ്റ് സാധനങ്ങളും ആറാട്ടുപുഴയുടെ കുടുംബത്തിൽ നിന്നും ഇത്രയും നാളും കൊടുത്തോണ്ടിരുന്നു. ചെറിയ കാര്യമാണോ? ഇപ്പം നമ്മൾ സമരത്തിലൊക്കെ എത്തിപ്പെട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ സമരം ചെയ്യുന്നവർ കുടുങ്ങി, ചിലപ്പോൾ കമ്പനിയും പൂട്ടിപ്പോകും, പിന്നെ ജോലിയില്ല. നമ്മുടെ കോട്ടയത്ത് ഇലക്ട്രോ കെമിക്കൽസൊക്കെ നല്ല ഉഗ്ര ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ചുമ്മാ സമരം ചെയ്ത് കമ്പനിയും പൂട്ടി അവന്മാർ വീട്ടിൽ പോയി. ഇവന്മാരിപ്പോൾ വഴി നടക്കുക. ഈ സമരം ചെയ്യുന്ന നേതാക്കന്മാരൊക്കെയോ അവരിപ്പോൾ നേതാക്കന്മാരാ. നോക്ക്, സമരം ചെയ്തവർക്ക് പണി കിട്ടി. ആറാട്ടുപുഴ അത്രയും ദിവസവും ഇവരെ സംരക്ഷിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവർക്ക് ചെലവിന് കൊടുത്ത് കൊണ്ട് നടന്നിരുന്നു. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഏതാണ്ടൊരു കാലഘട്ടത്തെ 1825 ജനിച്ച് 1874 കൊല്ലപ്പെടുമ്പോൾ വരെ 49 വർഷം 450 കൊല്ലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തയാളാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആറാട്ടുപുഴ കല്യാണം കഴിച്ചത് ഗുരുദേവൻ താമസിച്ച വാർണപ്പള്ളി തറവാട്ടിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ കായംകുളംകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഗുരുദേവൻ താമസിച്ച വാർണപ്പള്ളി തറവാട്ടിലെ, ഗുരു പഠിച്ചത് വാർണപ്പള്ളി അല്ല കേട്ടോ, ഗുരു പഠിച്ചത് ചേവണ്ണൂരാണ്, ഗുരു താമസിച്ച ഹോസ്റ്റലാണ് വാർണപ്പള്ളി തറവാട്ടിലെ വെളുമ്പി പണിക്കത്തി എന്ന് പറയുന്ന അതിസുന്ദരിയ ഒരു സ്ത്രീനെയാണ് ആറാട്ടുപുഴ വിവാഹം കഴിച്ചത്. 9 മക്കളുണ്ടായി.
അന്ന് നായന്മാരുടെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കുഞ്ഞ് ചേർത്ത് പേരിടാൻ പറ്റുള്ളൂ. എന്നാൽ മുസ്ലിങ്ങൾക്കിടാം. കുഞ്ഞുമാൻ അല്ല, അന്ത്രമാൻ കുഞ്ഞ്, മുഹമ്മദ് കുഞ്ഞ്, കുഴപ്പമില്ല. ഈഴവർക്ക് പറ്റുകയില്ല. ആറാട്ടുപുഴ എന്ത് ചെയ്ത് എല്ലാ മക്കൾക്കും പേരിട്ട്, കൃഷ്ണൻ കുഞ്ഞ്, കൊച്ചു കൃഷ്ണ കുഞ്ഞ് പേരിട്ട്. അപ്പോൾ ആറാട്ടുപുഴ ഇങ്ങനെ പോകുന്ന വഴിക്ക് അതിന് ഒരു 3 പറമ്പ് അപ്പുറത്തുള്ള ഒരു വീട്ടിലെ ഒരു സുന്ദരിയായ പെൺകുട്ടി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. ഇതൊരു തമാശ എടുത്താൽ മതി. അമ്പലത്തിൽ ആറാട്ടുപുഴ അവളെ നോക്കുകയും ചിരിക്കും, ഇവൾ ആറാട്ടുപുഴ നോക്കുകയും ചിരിക്കും. പതിയെ വല്ലപ്പോഴും സമയമുള്ളപ്പോൾ അവരുടെ വീട്ടിലേക്കൊന്ന് കയറും. വിവരം വെളുമ്പിപ്പണിക്കത്തി എറിഞ്ഞ് ആറാട്ടുപുഴയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഒരു സെറ്റപ്പ് അല്ലേ, സെറ്റപ്പ് എന്നോ ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്. എന്തോ ചെയ്യുന്നു, വെളുമ്പിപ്പണിക്കത്തി ഭയങ്കര വഴക്ക്. അപ്പോൾ ആറാട്ടുപുഴ പറയുന്നുണ്ട്, എൻ്റെ സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ നിനക്കും മക്കൾക്ക് ഉള്ളതല്ലേ, വല്ലപ്പോഴും അവളെ ഒന്ന് കാണുന്നല്ലേ ഉള്ളൂ, നീ എന്തിനാ വഴക്കുണ്ടാക്കുന്നൊക്കെ. അപ്പോൾ അന്നിങ്ങനെ ഈഴവർക്ക് 2 ഭാര്യയൊന്നും അല്ല വരും. വെളുമ്പ് പണിക്കത്തി മക്കളെയും കൂട്ടി വീട്ടിലോട്ട് പോയി. ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഇല്ലെന്ന്, നിങ്ങൾ അവിടെ കൂടെ പോക്കോളാൻ. എത്ര വലിയ വീരനാണെങ്കിലും വൈഫിൻ്റെ മുമ്പ് നമ്മളൊന്ന് കോംപ്രമൈസ് ആകുമല്ലോ. അങ്ങനെ ആറാട്ടുപുഴ അതങ്ങനെയാണല്ലോ. അയ്യോ ചുമ്മാ തമാശ പറഞ്ഞതല്ല. നോക്കൂ, ലോകത്തെ കിടുകിട വിറപ്പിച്ചിരുന്ന ആളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. യൂറോപ്പിലെ 28 രാജ്യങ്ങളെ ചെറുവിരലെ നിർത്തിയ ആളാ, ചെറുവിരലെ. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വൈഫിൻ്റെ നിങ്ങൾക്കറിയാലോ, നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വൈഫ് ഷോസഫിൻ എന്നാ പേര്. ഷോസഫിൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അനക്കമില്ലായിരുന്നെന്നാ. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് മേരി ലൂയിസ് എന്ന് പറഞ്ഞൊരു ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഓസ്ട്രിയയിലെ കിരീടാവകാശിയുടെ മകളാ. മേരി ലൂയിസിൻ്റെ അടുത്ത് പോയെങ്കിൽ അന്ന് വീട്ടിൽ വരത്തില്ല. ഷോസഫൈൻ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കും. അപ്പോൾ യൂറോപ്പിന് ഉറപ്പിക്കും, വൈഫിൻ്റെ അടുത്താണ്. ഈ പറഞ്ഞ കാര്യം ആറാട്ടുപുഴയ്ക്കും ഉണ്ട്. വെളുമ്പിപ്പണിക്കത്തി പിണങ്ങി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ വെളുമ്പിപ്പണിക്കത്തിയുടെ സഹോദരനാണ് മഹാഗുരുവിൻ്റെ അന്നത്തെ അവിടുത്തെ കെയർടേക്കറായിരുന്ന വാർണപ്പള്ളി കൊച്ചു കൃഷ്ണ പണിക്കർ. ഈ കൊച്ചു കൃഷ്ണ പണിക്കർ ആറാട്ടുപുഴയ്ക്ക് ഒരു കത്ത് കൊടുത്തു വിട്ട്. ഒരു കത്ത് പറഞ്ഞു, എടാ, ഈ 2 ഈഴവ സമ്പന്ന കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ആക്ടിവിറ്റിയാണേ. എൻ്റെ തറവാട്ടിലെ വാർണപ്പള്ളി തറവാട്ടിലെ ഉരൽപ്പുരയും നെൽപ്പുരയും വൈദ്യപ്പുരയും ഞാറ്റുപുരയും എല്ലായിടത്തും നെല്ല് നിറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ സ്ഥലമില്ലാതെ മിച്ചം വരുന്ന നെല്ല് മല പോലെ കിടക്കുമ്പോൾ ആ നെൽമലയുടെ പുറത്ത് കയറി നിന്നാൽ എനിക്ക് ആറാട്ടുപുഴയിലെ നേരകടവ് വീട് കാണാമെന്ന്. ഒരു ഉഗ്രൻ കമൻ്റ് അല്ലേ? അത്രയ്ക്ക് ഞങ്ങളുടെ ശാസ്തിയാണ്, നീ വേടിപ്പിക്കുകയൊന്നും വേണ്ടെന്ന് അർത്ഥം. ആറാട്ടുപുഴ ഒന്നും പറഞ്ഞില്ല, പകരം ഒരു ചാക്കിട്ട് തിരിച്ചു കൊടുത്തു വിട്ട്. ഒരു കുറിപ്പും കൂടി, ബഹുമാനപ്പെട്ട ഭാര്യ സഹോദരൻ, നമ്മൾ അളിയെന്നൊക്കെ വിളിക്കുമല്ലോ, ഭാര്യ സഹോദരന്, ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ഒരു വിത്ത് അങ്ങോട്ട് കൊടുത്തു വിടുവാന്ന്. തുറന്നു നോക്കിയപ്പോൾ സ്വർണം കൊണ്ടൊരു ചേന. എൻ്റെ തറവാട്ട്, നിങ്ങളുടെ അവിടെ നെൽമലയല്ലേ ഉള്ളൂ, എൻ്റെ തറവാട്ട് ചേന കുടിച്ച് വെച്ച സ്വർണ്ണച്ചേന ഉണ്ടാവും. അങ്ങനെ 2 ഈഴവ തറവാട് തമ്മിലുള്ള ഒരു തരം ഈഗോ ക്ലാഷ് നേരത്തെ കൂടിയുണ്ട്. ആ ആറാട്ടുപുഴയെ കുത്തിക്കൊല്ലുകയായിരുന്നു, കൊലപാതകമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആറാട്ടുപുഴയുടെ ഒരു മാതുലൻ, അവനൊരു ചെറിയൊരു കുഴപ്പക്കാരനായിരുന്നു. ആറാട്ടുപുഴ അവനെ ഒരിക്കൽ അടി കൊടുത്ത് ഓടിച്ചിട്ടുണ്ട്. അവൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട്, ഞാനത് ഈ വേദിയിൽ പറയുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം, ഈ തൊപ്പിയിട്ട കിട്ടണമെന്ന് പറയുന്ന ഇദ്ദേഹത്തെ പിന്നീട് കണ്ടു കിട്ടിയിട്ടേ ഇല്ല. അതേക്കുറിച്ച് പറയുന്നത്, കായംകുളം കായലിൽ വെച്ച് കുത്തിക്കൊല്ലുന്നു. ഉടൻ തന്നെ ആ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തണ്ട് വെച്ച 3 വള്ളങ്ങളുണ്ടായിരുന്നു തുഴക്കാരുമായി. ആ വള്ളം നേരെ കായംകുളം തൃക്കുന്നപ്പുഴ വഴി നേരെ കടലിലേക്ക് ഇറങ്ങുന്നു. കടലിൽ ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയായി ഒരു പായ്ക്കപ്പൽ കിടക്കുന്നുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, ആ പായ്ക്കപ്പലിൽ അറേബ്യയിലേക്ക് പോയെന്ന. അപ്പം കൃത്യമായൊരു ഇസ്ലാമിക് അജണ്ട അതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെളിവില്ല. അതിനി പഠിച്ച് വരേണ്ടതാണ്. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നത് കൃത്യമായി. കാരണം അവിടെയുള്ള ആറാട്ടുപുഴ അവിടെയുള്ള വലിയൊരു ഇസ്ലാമിക കൺവെൻഷനെ തടഞ്ഞയാളാണ് ശക്തി കൊണ്ട് തന്നെ. അപ്പോൾ കൃത്യമായി അത് നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും ബ്രാഹ്മണരുടെയും മുകളിൽ ഈ കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ട് ആ ഒരു മറയിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഞാനൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ചില പഠനങ്ങൾ ഈ തൊപ്പിയിട്ട കിട്ടനെ തിരുവിതാംകൂർ ഗവൺമെൻറ് ആകെ നോക്കിയിട്ടും, ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, തിരുവിതാംകൂർ അന്നത്തെ ഒരു സാളഗ്രാം നഷ്ടപ്പെട്ടു പോയിട്ട്, ഒരു മോഷണത്തിൽ പോയിട്ട് അത് രാജകുടുംബത്തിന് അന്വേഷിച്ച് കിട്ടാഞ്ഞിട്ട് ആറാട്ടുപുഴയെ വിളിച്ചു വരുത്തിയിട്ട് ആറാട്ടുപുഴ ഈ കള്ളന്മാരുടെ ഗ്രാമത്തിൽ കയറി ആ സാളഗ്രാം തിരിച്ചു കൊടുക്കുന്ന സംഭവമൊക്കെയുണ്ട്. അതുകൊണ്ട് രാജാവിന് വലിയ സ്നേഹമായിരുന്നു. ആറാട്ടുപുഴ കൊല്ലപ്പെട്ടപ്പോൾ കുറ്റവാളി പിടിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്നത്തെ റിപ്പോർട്ട്, ഈ കുറ്റവാളി ഒരു പായ്ക്കപ്പലിൽ പുറം കടലിൽ വഴി അറേബ്യയിലേക്ക് പോയെന്ന. അതുവഴി ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടന്നിരുന്ന ഒരു സാധാരണക്കാരൻ അറേബ്യയിലേക്ക് പോകുവാൻ പായ്ക്കപ്പൽ വരെ ഒരു സെൻട്രലൈസ്ഡ് ബാക്ക് എൻഡ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് വെറും കൊലപാതകമാണോ? പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നിഗമനം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ
അവസാനിപ്പിക്കുന്നു. ഒരു 3 മിനിറ്റ് കൂടുതലായി. അപ്പോൾ SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ്റെ ഗംഭീരമായ ഈ ക്യാമ്പിൽ എനിക്കൊരു 6-7 ക്യാമ്പുണ്ട്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ യൂണിയൻ, നാട്ടിക യൂണിയൻ, അതുപോലെ തന്നെ കുന്നത്താടി യൂണിയൻ ഒക്കെ എനിക്ക് അവസരങ്ങൾ കിട്ടി. അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്. SNDP യോഗം പീരുമേട് യൂണിയൻ്റെ ക്യാമ്പുണ്ട്, കൊടൈക്കനാൽ വെച്ചിട്ടാണ്. അത് ഏപ്രിൽ 8, 9, 10 അതിനുകൂടി പങ്കെടുക്കണം. അപ്പോൾ അത് ഒരു വലിയ ഇങ്ങനെയുള്ള വലിയ ക്യാമ്പുകൾ അതൊരു അനുഗ്രഹമാണ് അല്ലേ. ഒരു യൂണിയൻ സെക്രട്ടറി ദേഷ്യപ്പെടുന്നു കേട്ടോ, ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് ഇവന്മാരെ കേൾപ്പിക്കാമെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കുവാണ്, അടുത്ത നിങ്ങളുടെ ക്യാമ്പ് കൊടൈക്കനാൽ വെച്ചാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു മഹനീയമായ അവസരത്തിന് ഞാൻ ഏതോ ഒരു വലിയ യാത്ര ഇരിക്കുമ്പോൾ യൂണിയൻ്റെ കൗൺസിൽ ഇരുന്നുകൊണ്ടാണ് വിളിച്ചത്. ഈ ഗംഭീരമായ ഒരു വേദിക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ഖ്യാതിയും കീർത്തിയും എങ്ങുമെങ്ങും മേൽക്കുമേൽ ഉയരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.